ആദരണീയനായ സയ്യിദ് അവർകൾ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചെന്ന ബഹുമാനപ്പെട്ട ഷാഫി സാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഈ ആധുനിക കാലഘട്ടത്തിൽ ദിനം പ്രതി പത്രമാധ്യമങ്ങളിലൂടെ, മീഡിയകളിലൂടെ നമ്മുടെ മക്കളെ വളർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, പഠിക്കാൻ ആവശ്യമായ ക്ലാസുകൾ കുറവായതിനാൽ പോസിറ്റീവ് ഇന്ത്യ എന്ന ട്രെയിനിങ് ഗ്രൂപ്പ് രക്ഷിതാക്കൾക്ക് വേണ്ടി മാത്രം, രക്ഷിതാക്കളോട് സ്നേഹപൂർവം എന്ന എഫക്റ്റീവ് പാരന്റിങ് ട്രെയിനിങ്ങിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. കേരളത്തിൽ വിവിധ ജില്ലകളിലായി നിരവധി ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് പോസിറ്റീവ് ഇന്ത്യ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനറും അതിൻ്റെ ശില്പികളിൽ ഒരാളുമായ ഷാഫി സാറാണ് ഇന്ന് ക്ലാസ് നിയന്ത്രിക്കുന്നത്. ഒരു യോഗ്യതയും വേണ്ടാതെയാണ് എല്ലാവരും രക്ഷിതാക്കളാകുന്നത്. ബാക്കിയുള്ള ഏത് പ്രോഗ്രാമുകൾക്കും അതിൻ്റെതായ ട്രെയിനിങ്ങുകൾ നൽകാറുണ്ട്. ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ, ഒരു ടീച്ചറാണെങ്കിൽ, ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ, ഏത് കമ്പനിയിൽ ജോലി ചെയ്താലും അവരുടേതായ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നിർബന്ധമായി അവർ അറ്റൻഡ് ചെയ്യും. നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാർ അല്ലെങ്കിൽ ഉപ്പമാർ, ഉപ്പയാകാൻ ഉമ്മയാകാൻ എന്ത് ട്രെയിനിങ് ആണ് അവർ അറ്റൻഡ് ചെയ്തത്? എന്താണ് അതറിയാത്ത രൂപത്തിൽ സ്വന്തം മക്കളെ വളർത്താൻ, ഏത് രൂപത്തിൽ വളർത്തണം, എന്തായിരിക്കും ഇതിന്റെ പരിണിത ഫലം? ഞാൻ ഇപ്പോൾ പോകുന്നത് പോയാൽ, അല്ലെങ്കിൽ എൻ്റെ മകൻ എന്തായിരിക്കും, എൻ്റെ മകൾ എന്താകും എന്ന ഒരു മുൻവിധി അല്ലെങ്കിൽ ഒരു രൂപം മനസ്സിൽ കാണാത്ത രൂപത്തിലാണ് നാം ഇന്ന് രക്ഷിതാക്കളായി, ഞാനും രക്ഷിതാവാണ് എന്ന് ഹുങ്ക് കാട്ടി നടക്കുന്നത്. അതിൽ നിന്ന് തികച്ചും ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണെന്ന് കണ്ടെത്തിയ നമ്മൾ ട്രെയിനിങ് ഗ്രൂപ്പ് പോസിറ്റീവ് ഇന്ത്യ ഇത്തരം രക്ഷിതാക്കളോട് സ്നേഹപൂർവ്വം എന്ന ഒരു നല്ല ഒരു പ്രോഗ്രാം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ എത്തിച്ചേർന്ന, ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ സമയങ്ങളിലും സഹകരിക്കാനും സംശയങ്ങൾ തീർക്കാനും വരുത്തുന്നതിന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും അള്ളാഹുവിൻ്റെ നാമത്തിൽ പോസിറ്റീവ് ഇന്ത്യ എന്ന ഈ കൂട്ടായ്മ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് വെച്ചും മലപ്പുറത്ത് വെച്ചും നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ തവണ നമ്മൾ യൂത്ത് ഹോസ്റ്റലിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ പരിപാടി അവതരിപ്പിക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ മുൻപിൽ ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ വളരെ പ്രഗത്ഭരായ ട്രെയിനേഴ്സും അധ്യാപകരും പ്രഭാഷകരുമായ വ്യത്യസ്ത മേഖലയിൽ അഭിരുചി തെളിയിച്ച ആളുകളാണ്. വിശാലമായി കൊണ്ട് തന്നെ ഉത്തരം നൽകാൻ കഴിവുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. ആയതിനാൽ ഒരു നോളജ് പാസ് ചെയ്യുന്ന ക്ലാസ് അല്ലാതെ വികാരപരമായി ആത്മാർത്ഥമായ വിഷയങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാ ആളുകളും തന്നെ ഇതിന്റെ ഭാഗമാണ്. ഇനി ജസ്റ്റ് എന്താണ് ഇവിടെ വന്ന ആളുകൾ ഈ ക്ലാസ്സിൽ നിന്ന് എന്താണ് പ്രതീക്ഷിച്ചതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ പറയാം. ജസ്റ്റ് ഒന്ന് പാസ് ചെയ്താൽ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സലാമുദ്ദീൻ, നെല്ലാങ്കണ്ടിയാണ്, കൊടുവള്ളി അടുത്ത്. ഞാൻ സിറാജിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വെച്ചാണ് ഇത് ന്യൂസ് അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ എങ്ങനെ വളർത്താം എന്നുള്ളതിൻ്റെ ഒരു, ഇതുവരെ അങ്ങനത്തെ ഒരു ട്രെയിനിങ് പങ്കെടുത്തിട്ടില്ല. പക്ഷേ യു എയിലൊക്കെ മറ്റുള്ള ട്രെയിനിങ്ങുകളൊക്കെ ഒഫീഷ്യൽ സംബന്ധമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് അല്ലാതെ അത്രയും. എൻ്റെ പേര് ഗോപകുമാർ, ഞാൻ കാസർഗോഡാണ്, മഞ്ചേരിയിലാണ് ഇപ്പോൾ താമസം. ഷാഫി സാറേയും മുസ്തഫ സാറേയും മുമ്പേ അറിയാം. അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്നറിഞ്ഞത്
അതൊന്ന് പങ്കെടുക്കണം എന്നുള്ളതേ ഉള്ളൂ. മുൻവിധികളൊന്നുമില്ല, എന്ത് തന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ്. താങ്ക് യു. ഞാൻ ഫവാസ്, പുതുപ്പറമ്പാണ് വീട്. ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടിയാലും സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ചെറിയ രീതിയിൽ എഴുത്തുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ അധ്യാപകനായി ജോലി ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ലീവ് എടുത്ത് പോകുന്നതാണ്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പോസിറ്റീവ് ഇന്ത്യയുടെ ആദ്യത്തെ ക്ലാസ്സിൽ വന്നിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പരീക്ഷാ സംബന്ധമായി എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ലീവ് എടുത്ത് ഈ പ്രോഗ്രാമിന് നിർബന്ധമായി വരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് വന്നതാണ്. ഏതായിരുന്നാലും നന്നായി നമുക്ക് അധ്യാപകരായിരുന്നാലും ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു പാരൻ്റ് എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും നല്ല ഒരു സംരംഭമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വന്നതാണ്. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഒരു പരിശീലനം ലഭിച്ച രക്ഷിതാവാകുമ്പോൾ അതൊന്നും കൂടെ ഫലം ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഇത്ര ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായത്. അതോടൊപ്പം തന്നെ പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന ആളുകളായതുകൊണ്ട് ഏതായാലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പകർത്താൻ ഒരുപാടുണ്ടാവും, കുറച്ചൊക്കെ പകർന്നു നൽകാനും കഴിയും എന്ന പ്രതീക്ഷയിലാണ്. സന്തോഷമുണ്ട്. ഇനി ഇടയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ആ സംസാരത്തിൻ്റെ ആ ഫ്ലോ നഷ്ടപ്പെടാത്ത രീതിയിൽ ചോദിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അറിയുന്നത് പറയാം. എഫക്റ്റീവ് പാരൻറ്റിങ് എന്നതാണ് ഇവിടെ സംസാരിച്ച എല്ലാവരും പറഞ്ഞു. പാരൻറ്റിങ് എന്നത് യഥാർത്ഥത്തിൽ പരിശീലനം നേടി പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പാരൻ്റ് ആയതിന് അല്ലെങ്കിൽ പാരൻ്റായി കുറേ കാലം കുട്ടികളെ വളർത്തിയതിന് ശേഷമാണ് പല കുട്ടികളെ വൈകല്യങ്ങളോ കണ്ടു തുടങ്ങുമ്പോഴാണ് ഈ കാര്യങ്ങൾ പഠിക്കണമല്ലോ എന്ന് പലരും ഓർക്കാറുള്ളത്. എന്തായാലും വന്നതിൽ സന്തോഷം. ശ്രദ്ധിക്കാം, ഒരു കുട്ടിക്ക് രക്ഷിതാവ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കുട്ടിക്ക് രക്ഷിതാവ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, അതായത് കുട്ടിയുടെ ആത്മീയപരമായ ആവശ്യങ്ങൾ ഒന്നാമത് നിർവഹിച്ചു കൊടുക്കുന്നു. നമ്മളെല്ലാവരും ചെയ്തു കൊടുക്കുന്നതാണ്. ആത്മീയപരമായ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നു. ഏതൊക്കെയായിരിക്കും ആത്മീയപരമായ ആവശ്യങ്ങൾ? മതപരമായ അനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കുന്നു, ധാർമ്മിക ബോധം വളർത്തിയെടുക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ആത്മീയ വിഷയത്തിൽ പെടുന്നതാണ്. ശാരീരികപരമായ ആവശ്യങ്ങളാണ് രണ്ടാമത്തേത്. ശാരീരികപരമായ ആവശ്യങ്ങൾ എല്ലാ രക്ഷിതാക്കളും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. സാധാരണ പേരൻസിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ കുട്ടികൾക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്? പലപ്പോഴും ആൻസർ ആയിട്ട് കിട്ടുന്നത് നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല വസ്ത്രം കൊടുക്കുന്നു, നല്ല ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. രക്ഷിതാക്കൾ പലപ്പോഴും തങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുന്നത് ഒട്ടുമിക്ക കാര്യങ്ങളും ശാരീരിക ആവശ്യങ്ങളാണ്. ശാരീരിക ആവശ്യങ്ങൾ ഭംഗിയായി ചെയ്തു കൊടുക്കുന്നതിൽ രക്ഷിതാക്കൾ മത്സരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് മാത്രം മതിയോ കുട്ടിക്ക് എന്നാണ് ചോദ്യമുള്ളത്. നോക്കൂ, ഒരു സൈക്കോളജിസ്റ്റ് അനുഭവം വിവരിക്കുന്നുണ്ട്. നേവിയിൽ ഓഫീസറായ അച്ഛന്റെയും സർക്കാർ ഉദ്യോഗസ്ഥയായ അമ്മയുടെയും മകള് 16 വയസ്സ് പ്രായമുള്ള ഈ പെൺകുട്ടി 3 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു. മൂന്നാമത്തെ തവണ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് കുട്ടി രക്ഷപ്പെടുന്നത്. നേവിയിലുള്ള അച്ഛൻ വന്നു, അമ്മ വന്നു, രക്ഷിതാക്കൾ സൈക്കോളജിസ്റ്റിനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കി. കൗൺസിലിംഗിന്റെ പ്രത്യേകത, സാധാരണ കൗൺസിലേഴ്സായ ആളുകളൊക്കെ ഇതിലുണ്ട്. സാധാരണ ഒരു കുട്ടി ഒരു പ്രോബ്ലത്തിന് പറയുന്ന ആൻസർ ആയിരിക്കില്ല യഥാർത്ഥ കാരണം. പലപ്പോഴും കുട്ടി നമ്മോട് പറയുന്നതായിരിക്കില്ല യഥാർത്ഥ കാരണം. അങ്ങനെ കൗൺസിലിംഗ് ചെയ്തു. കൗൺസിലിംഗിനിടക്ക് കൗൺസിലർ ചോദിച്ചു, സൈക്കോളജിസ്റ്റ് ചോദിച്ചു, നിനക്ക് എന്ത് പ്രശ്നമുള്ള, നിനക്ക് സ്നേഹിക്കാനോ അച്ഛനില്ലേ, അമ്മയില്ലേ? നിനക്ക് വേണ്ടിയല്ലേ അവരെത്തിന് അധ്വാനിക്കുന്നത്? അച്ഛൻ ജോലി ചെയ്യുന്നില്ലേ, അമ്മ ജോലിക്ക് പോകുന്നല്ലേ? ഇത്രയും സ്നേഹിക്കുന്ന അച്ഛനും അമ്മയെയും നീ സങ്കടപ്പെടുത്താൻ പാടുണ്ടോ? ഈ രീതിയിൽ കുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഈ കുട്ടി തന്റെ മുഖം ബെഡിൽ അമർത്തി വെച്ച് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന കുട്ടി ഈ ഒരു ഡയലോഗ് പറഞ്ഞു. കുട്ടി മുഖം ഉയർത്തിക്കൊണ്ട് പൊട്ടിത്തെറിച്ച് പറഞ്ഞു, എന്നെ ഇങ്ങനെ ആക്കിയത് അവര് തന്നെയാണ്. ഞാനിത് ചെയ്യാൻ കാരണം എന്റെ രക്ഷിതാക്കൾ തന്നെയാണ്. ആകെ ഷോക്കായി ചോദിക്കുന്നു, എന്താണ് ഇതിന്റെ പ്രശ്നം? പറയുന്നു, എന്റെ അച്ഛൻ നേവിയിലാണ്, വല്ലപ്പോഴുമാണ് അവധിക്ക് വരുന്നത്, എന്നെ സ്നേഹിക്കാൻ അച്ഛന് സമയമില്ല. അച്ഛൻ വീട്ടിൽ വന്നാൽ അമ്മയുമായി എപ്പോഴും വഴക്കാണ്, പ്രശ്നങ്ങളാണ് കാണുന്നത്. ഇനി അമ്മയാണെങ്കിലോ, അമ്മ എന്നോട് സംസാരിക്കുന്നത് തന്നെ പഠിക്കുക എന്ന് മാത്രമാണ്. മറ്റൊന്നും എന്നോട് അമ്മ സംസാരിക്കാറില്ല. അങ്ങനെ അമ്മയോട് സംസാരിച്ച സമയത്ത് അമ്മ പറയുന്നു, ഞാൻ മകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, മകളെ വളർത്തുന്നതിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ മകളെ സ്നേഹിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. കാരണം
ഞാൻ ജോലിക്ക് പോകുന്നു, വീട്ടുപണിയും ചെയ്യുന്നു, വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ വീട്ടിൽ ചെലവിനുള്ള പൈസ പോലും എന്റെ ഭർത്താവ് എനിക്ക് തരാറില്ല. ആ പൈസ പോലും കണ്ടെത്തുന്നത് ഞാൻ ജോലിക്ക് പോയിട്ടാണ്. ഇങ്ങനെ ദ്രോഹപരമായി പെരുമാറുന്ന എന്റെ ഭർത്താവുമായിട്ട് കലഹിക്കുന്നത് സ്വാഭാവികമല്ലേ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ മകളെ സ്നേഹിച്ചില്ല എന്ന് നിങ്ങൾ പറയരുത്. ഞാൻ ഈ അധ്വാനിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? എന്റെ മകൾക്ക് വേണ്ടിയിട്ടല്ലേ? ഞങ്ങൾക്കൊരു മകളല്ലേ ഉള്ളൂ. അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ സംസാരിക്കുന്നു, നേവിയിലെ ജോലി അത്ര എളുപ്പമൊന്നുമല്ല, വളരെ പ്രയാസപരമായ ഈ ജോലി ചെയ്യുന്നത്, വളരെ പ്രയാസപ്പെട്ട് അവിടെ ഞാൻ കഷ്ടപ്പെടുന്നത് എന്റെ മകൾക്കല്ലാതെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഞങ്ങൾക്കൊരു മകളല്ലേ ഉള്ളൂ, അവൾക്ക് 16 വയസ്സായി, വിവാഹം കഴിക്കാനായിട്ടില്ലേ, ഞാൻ സ്വരൂപിക്കുകയല്ലേ. അവൾക്ക് വേണ്ടി പണം സ്വരൂപിക്കുന്നത് കൊണ്ട് വീട്ടു ചെലവിന് പോലും ഞാൻ കൊടുക്കുന്ന കുറവാ. വീട്ടു ചെലവ് പോലും ഞാൻ ചുരുക്കിയിട്ട് എന്റെ ഭാര്യയുമായി വഴക്കിട്ടിട്ട് പോലും ഞാൻ മകൾക്ക് വേണ്ടി സമ്പാദിക്കുകയാണ്. അവളെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞാൽ സാറേ ഞാൻ സഹിക്കില്ല. യഥാർത്ഥത്തിൽ കുട്ടി പറയുന്നു, അച്ഛനും അമ്മയും എന്നെ സ്നേഹിച്ചിട്ടില്ല, എനിക്ക് എന്നോട് സംസാരിക്കാൻ അവർക്ക് സമയമില്ല. അച്ഛനും അമ്മയും ഈ അധ്വാനിക്കുന്നത് മൊത്തം ആർക്ക് വേണ്ടിയിട്ടാണ്? മക്കൾക്ക് വേണ്ടിയാണ്, മകൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും രക്ഷിതാക്കളാണ്. ഏതൊരു രക്ഷിതാവിനും ചോദിച്ചു നോക്കിയാലും എന്തിനാണ് ഈ ത്യാഗം സഹിക്കുന്നതൊക്കെ ചോദിച്ചാൽ മക്കൾക്ക് വേണ്ടി എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പൊ എവിടെയാണ് തെറ്റിയത്? യഥാർത്ഥത്തിൽ ഈ അച്ഛനും അമ്മയും കുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടോ? സ്നേഹിച്ചിട്ടുണ്ടോ? പിന്നെ ഇവർ ഈ അധ്വാനിക്കുന്നത് എന്തിനാ? സ്നേഹത്തിന്റെ നിർവചനങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ യോജിക്കുന്നുണ്ടോ? ഇവർ ഈ അച്ഛനും അമ്മയും കുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടോ? സ്നേഹിച്ചിട്ടില്ല. പിന്നെ അവർ പിന്നെ എന്താ ചെയ്തത്? സ്നേഹമല്ല, പിന്നെ അവരെന്താ ചെയ്തത്? കുട്ടീനോട് ആ ഇഷ്ടം ഇവരോട് പറഞ്ഞ് ഇവരെ ബോധ്യപ്പെടുമ്പോൾ അത് സ്നേഹമാവുന്നുള്ളൂ. ഇഷ്ടവും സ്നേഹവും രണ്ടാണ്. ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറന്നു പറയണം, അത് ബോധ്യപ്പെടണം. ഇഷ്ടമുള്ളത് ബോധ്യപ്പെടുത്തി കൊടുത്ത് ബോധ്യപ്പെടുമ്പോഴാണ് സ്നേഹമാവുന്നത്. ഇഷ്ടവും സ്നേഹവും തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾക്ക് കുട്ടികളോട് സ്നേഹമുണ്ടോ എന്ന് രക്ഷിതാവ് കരുതുന്നു, എന്നാൽ അത് സ്നേഹമായിട്ടുണ്ടോ എന്നത് ചോദ്യമുണ്ട്. ഇഷ്ടം എന്താവുന്നില്ല? സ്നേഹമാവുന്നില്ല. മറ്റൊന്ന്, കുട്ടിക്ക് അസുഖമൊക്കെ വരുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ കുട്ടീനെ കെയർ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് സ്നേഹത്തിന്റെ നിർവചനത്തിൽ കുട്ടിക്ക് ഫീൽ ചെയ്യോ? അത് കുട്ടിക്ക് എന്തായിട്ടേ ഫീൽ ചെയ്യുള്ളൂ? സഹതാപമായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. എന്താ ഫീൽ ചെയ്യുന്നത്? കുട്ടിക്ക് സഹതാപമാണ് ഫീൽ ചെയ്യുന്നത്, സ്നേഹം ഫീൽ ചെയ്യില്ല. സ്നേഹം ഫീൽ ചെയ്യണം എന്ത് ചെയ്യണം? അത് നോർമൽ ആയിരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന, അത് ബോധ്യപ്പെടുമ്പോ എന്താവുള്ളൂ? സ്നേഹം ഫീൽ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നു, മാനസികപരമായിട്ട് കുട്ടിക്ക് ഏതൊക്കെ ആവശ്യങ്ങൾ കൊടുക്കണമെന്നാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ച കഥയിൽ കുട്ടിക്ക് മാനസികമായി അത് ഫീൽ ചെയ്തില്ല, പേരന്റിന്റെ സ്നേഹം ഫീൽ ചെയ്തില്ല. അങ്ങനെ മാനസികപരമായിട്ട് കുട്ടിക്ക് ബോധ്യപ്പെടണമെങ്കിൽ, നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ചർച്ചയുടെ ഗുണം ഞാനിവിടെ പറയുന്നതിൽ നിന്ന് എത്രയോ മടങ്ങ് എന്ത് ചെയ്യും? ഈ ചർച്ചയിൽ നിന്ന് കിട്ടും. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആള് എത്രയോ കൊല്ലമായിട്ട് പരിശീലന രംഗത്തുള്ള ആളുകളൊക്കെ ഇരിക്കുന്നത് തികഞ്ഞ ബോധം എനിക്കുണ്ട്. ജസ്റ്റ് കുറച്ച് ആളുകൾ പറയാൻ പറ്റുമോ? എന്തൊക്കെയൊക്കെ മാനസികരമായിട്ട് ബോധ്യപ്പെടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്? കുറച്ച് കാര്യങ്ങൾ. പോസിറ്റീവായി സ്ട്രോക്ക് കൊടുക്കണം. വെരി ഗുഡ്. ഓക്കെ, കുട്ടികൾ അംഗീകരിക്കണം. ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞോളൂ എല്ലാവർക്കും സമ്മാനങ്ങളോ കൊടുക്കും. ഓക്കെ, വെരി ഗുഡ്. സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണം. ഓക്കെ, കഴിവുകൾ കണ്ടെത്തണം. കേൾക്കാൻ നിന്ന് കൊടുക്കണം. വെരി ഗുഡ്, സന്തോഷം. പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിട്ട് വരുന്നത്. താല്പര്യമുള്ള കാര്യം പറയണം, അവർക്ക് താല്പര്യമുള്ള കാര്യം പറയണം, നമുക്കുള്ള താല്പര്യമുള്ള കാര്യം അല്ല പറയേണ്ടത്. ഓക്കെ, വെരി ഗുഡ്, നല്ലൊരു പോയിന്റ്. ഓക്കെ, ഞാൻ സ്ലൈഡിലേക്ക് തുടങ്ങാം. ഓക്കെ, അംഗീകാരം. ഏതൊരു കുട്ടിയും, കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം ഏതാണ്? അമ്മയുടെ മടിത്തട്ട്, വീടാണ്. ഏതൊരു കുട്ടിക്കും വേണ്ടത് അംഗീകാരം. കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്ക് വേണ്ടത് എന്താണ്? അംഗീകാരം തന്നെയാണ്. നാം ഒരു സദസ്സിൽ ചെന്നിട്ട് അവിടുന്ന് ആവശ്യമായ അംഗീകാരം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ട് ആവശ്യമായ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്താണ്? അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ള വിഷയത്തിലാണ്. നോക്കൂ, നാം കുട്ടിയെ ഒരു വ്യക്തിയായി അംഗീകരിക്കുകയാണെങ്കിൽ കുട്ടിക്കും എന്ത് വേണം? അംഗീകാരം വേണം. നാം കുട്ടിയെ വ്യക്തിയായി അംഗീകരിക്കാറുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ കുട്ടിയെ ഒരു വ്യക്തിയെ നാം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് കൊടുക്കണം? അംഗീകാരങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം. നല്ലൊരു കാര്യം കുട്ടി ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? കുട്ടിക്ക് അംഗീകാരം കൊടുക്കണം. സാധാരണ ക്ലാസ്സുകളിൽ പറയുന്നതാണ്, എല്ലാ സബ്ജക്റ്റിലും കുട്ടിക്ക് A+ കിട്ടി, ഒരു സബ്ജക്റ്റിൽ A ആയിപ്പോയാൽ രക്ഷിതാവ് ഫസ്റ്റ് ചോദിക്കെന്താ? എന്തുകൊണ്ട് A ആയിപ്പോയി? മറ്റെല്ലാ സബ്ജക്റ്റിലും A+ ഉണ്ട്. നമ്മൾ പോലും അറിയാതെ അങ്ങനെ ചോദിച്ചു പോകുന്നു. നമ്മുടെ മനസ്സിലൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ.
നിങ്ങൾ നോക്കൂ, എല്ലാ സബ്ജക്റ്റിലും എല്ലാവരും ടോപ്പ് ആകുക അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ കിട്ടിയ കാര്യത്തിന് നേടിയെടുത്തതിന് അംഗീകാരം കൊടുത്തതിന് ശേഷം ഇതും കൂടി ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കണം എന്ന് പറയുമ്പം എന്ത് കിട്ടും? റിസൾട്ട് കിട്ടും. നാം നമ്മുടെ മുതിർന്നവരിലേക്ക് നോക്കുക. നാം ഒരു കാര്യം ചെയ്തു, വളരെ ആത്മാർത്ഥമായി അധ്വാനിച്ച ഒരു കാര്യം ചെയ്തു, പ്രസിഡന്റോ സെക്രട്ടറിയോ എന്തോ ആവട്ടെ, നന്നായി ചെയ്തു. 1% എവിടെ ഒരു അബദ്ധം പറ്റി അത് തന്നെ സൂചിപ്പിക്കുന്നു, അത് തന്നെ എപ്പോഴും പറയുന്നു. നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നന്നായി ചെയ്യാണോ ചെയ്യാ, മോശമാവുക ചെയ്യാ, മോശമാവുക ചെയ്യാ. പലപ്പോഴും പേരൻസിന് തെറ്റിദ്ധാരണ ഉണ്ട്. കുട്ടി നല്ലത് ചെയ്തിട്ട് അത് നന്നായി എന്ന് പറഞ്ഞാൽ കുട്ടി നാളെ ചീത്തയാക്കും, കുട്ടികൾ വഷളാവും, തലേ കയറ്റി വെക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുക. നിങ്ങൾ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് വീട്ടിൽ ഒരു അതിഥി വന്നിട്ട് അതിഥി നിങ്ങൾക്ക് അംഗീകാരം തന്നു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അടുത്ത പ്രാവശ്യം അതിഥി വരുമ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ നന്നാക്കാൻ ട്രൈ ചെയ്യില്ലേ? നിങ്ങൾ നന്നായി കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികൾക്ക് കൊല്ലപരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി, അതെ നല്ല മാർക്ക് കിട്ടി, ഫസ്റ്റ് റാങ്ക് കിട്ടി, അല്ലെ സെക്കൻഡ് റാങ്ക് കിട്ടി എന്ന് ചോദിക്കാം. നിങ്ങളെ മദ്രസയിലെ കുട്ടിക്ക് സെക്കൻഡ് റാങ്ക് കിട്ടി. അപ്പോ ഉസ്താദ്മാരൊക്കെ വന്ന് നിങ്ങൾ ഷെയ്ക്കാനെന്ന് സെക്കൻഡ് റാങ്ക് കിട്ടി, നിങ്ങൾ നന്നായി കയറത്തിട്ടുണ്ട്, സ്പെഷ്യൽ ക്ലാസ് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് മകൾക്ക് റാങ്ക് കിട്ടിയത്, സെക്കൻഡ് കിട്ടി, ഉഷാറായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം എന്താക്കൂ? ഫസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യൂ. വേറെ ആളെന്ന് പറയുന്നത് ഫസ്റ്റ് കിട്ടിയില്ലല്ലോ, അങ്ങനെ പറഞ്ഞാലോ എന്തും കണക്കന്നെ, എങ്ങനെ മെനക്കെട്ടാല് ഈ തരം ആളുകളല്ലേ ഉള്ളതെന്ന് ചിന്തിക്കില്ലേ? അംഗീകാരം ഏതൊരു കുട്ടിയും ആഗ്രഹിക്കുന്നു, ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നു. കുട്ടിയെ വ്യക്തിയായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അംഗീകാരം ആവശ്യമുള്ളിടത്ത് കൊടുക്കും. സമയമുണ്ടെങ്കിൽ ബാക്കി പിന്നീട് പറയാവുന്നതാണ്. നെക്സ്റ്റ്, സുരക്ഷിതത്വം വേണം. 2 തരം സുരക്ഷിതത്വമുണ്ട്. ശാരീരിക സുരക്ഷിതത്വമുണ്ട്, മാനസിക സുരക്ഷിതത്വമുണ്ട്. പലപ്പോഴും രക്ഷിതാവ് ചിന്തിക്കുന്നത് ശാരീരിക സുരക്ഷിതത്വത്തെ കുറിച്ച് മാത്രമായി പോവാറുണ്ട് ചില സമയങ്ങളിൽ. ശാരീരിക സുരക്ഷിതത്വം എന്നാൽ എന്താണ്? അടുക്കള ഭാഗത്തും കോലായി ഭാഗത്തും ഡോറുള്ള വീടുണ്ടെങ്കിൽ എന്തായി? ശാരീരിക സുരക്ഷിതത്വമായി. അതിനുള്ളിട്ട് കുട്ടി എന്തായി? ശാരീരിക സുരക്ഷിതത്വമായി. അവിടെ എന്താവുന്നില്ല? മാനസിക സുരക്ഷിതത്വമാവുന്നില്ല. മാനസിക എന്നാൽ വീട്ടിനുള്ളിൽ മാനസികമായി ഹാപ്പിയായി നിൽക്കാനുള്ള ഒരു അവസ്ഥ നാം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും എപ്പോഴും വീട്ടിൽ ലഹളയാണ്. മാനസിക സുരക്ഷിതത്വം ഉണ്ടാകുമോ? ഉണ്ടാവില്ല. ഇനി കുട്ടികൾക്ക് മുൻപിൽ വെച്ചിട്ട് എപ്പോഴും സങ്കടക്കാതെ തന്നെയാ പറയുന്നത്. രാവിലെ പത്രം എടുക്കുന്നു, ഫസ്റ്റ് പേജ് നോട്ട് ഇമ്പോർട്ടന്റ്, അതൊന്നും നോക്കില്ല, മറിച്ച് ചർമ്മ പേജ് കൊണ്ടെടുക്കും. എന്നിട്ട് സങ്കടപ്പെടും, പഠിച്ചോനെ അതും മരിച്ചുപോയോ, പരിചയമൊന്നും ഉണ്ടാവില്ല ചിലപ്പോ. അങ്ങനെ വെറുതെ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ വേറെ കുറച്ച് പേജുകളുണ്ട്, ചില പത്രങ്ങളിലൊക്കെ ചില ഗോസിപ്പ് പേജുകളുണ്ട്. അത് പറഞ്ഞിട്ട് എടുത്തിട്ട് ചെയ്യും, ലോകമൊന്നും ശരിയില്ല, പറ്റ മോശമാണ്, ഇങ്ങനെ ആയാൽ എന്താ ചെയ്യാ? വളരെ മോശമാണ്. ആ രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ഇങ്ങനെ മാനസികമായി ഹാപ്പി കിട്ടുന്ന ഈ ജീവിതം ജീവിക്കേണ്ടതാണെന്ന് നമുക്കുള്ള സന്ദേശം കൊടുക്കുന്ന കാര്യങ്ങളാണ് കുട്ടിനോട് മാനസിക സുരക്ഷിതത്വത്തിന് കൊടുക്കേണ്ടത്. നാം കൊടുക്കുന്നത് അത് തന്നെയാണോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. കുട്ടികളുടെ മുൻപിൽ വെച്ച് സംസാരിക്കുന്ന സംസാരങ്ങൾ മാനസികപരമായി കിട്ടുന്ന സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയാറുള്ളത് എന്ന് ചിന്തിക്കാവുന്നതാണ്. നോക്കിക്കോളൂ. നെക്സ്റ്റ്, കുട്ടിയെ പരിഗണിക്കണമെന്നത് നോക്കിക്കോളൂ. കുട്ടിയെ നേരത്തെ പഠനത്തിന്റെ തുടർച്ചയായിട്ടാണ് കുട്ടിയെ നാം പലപ്പോഴും പരിഗണിക്കുക. അത് കുട്ടിയല്ലേ, ആ കുട്ടികളല്ലേ, കുട്ടിക്ക് അതൊന്നും തിരിയില്ല എന്നുള്ള രീതിയിൽ കുട്ടിയുടെ മുൻപിൽ വെച്ചൊക്കെ എന്ത് ചെയ്യും? ഇത്തരം കാര്യങ്ങളും കുട്ടീനെ മോശമായിട്ടൊക്കെ പറയും. ചിലപ്പോ നമ്മുടെ കുട്ടിയുടെ കുറ്റം വേറെ ഒരാളോട് കുട്ടിയുടെ മുൻപിൽ വെച്ച് പറയും. സ്കൂളിൽ ചെന്ന് അധ്യാപകരോട് നമ്മുടെ കുട്ടിയിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് കുട്ടിയെ തിരുത്തിക്കണമെങ്കിൽ അധ്യാപകരോട് കുട്ടി കേൾക്കുകയാണോ പറയേണ്ടത്, കേൾക്കാതെയാണോ പറയേണ്ടത്? കേൾക്കാതെയാണ് പറയേണ്ടത്. കേൾക്ക പറഞ്ഞിട്ട് എന്ത് കാര്യം? കുട്ടി കേൾക്ക പറഞ്ഞാൽ 2 കാര്യം ഉണ്ടായ. ഒന്നെന്ത് ചെയ്യും? കുട്ടിക്ക് ടീച്ചറോട് വെറുപ്പുണ്ടാവും, മറ്റൊന്ന് രക്ഷിതാവിനോട് വെറുപ്പുണ്ടാവും. അപ്പൊ കുട്ടിയെ പരിഗണിച്ചുകൊണ്ട് കുട്ടിയുടെ അഭിമാനത്തെ പരിഗണിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു 4 വയസ്സ് ഉള്ള ഒരു കുട്ടി, UKG പോയാലും LKG പോയുള്ള കുട്ടി, രണ്ടാമതൊരു കുഞ്ഞുവാവ ഉണ്ടായ സമയത്ത് ഈ കുട്ടി ഹോസ്പിറ്റലിൽ ഒന്നും പോയിട്ടില്ല, വാവയെ കണ്ടിട്ടില്ല. അങ്ങനെ കുട്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്, എനിക്കൊരു വാവ വരുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു വാഹനത്തില് കുഞ്ഞൊക്കെ ആയിട്ട് വന്നു. വീട്ടിലേക്ക് ഈ കുട്ടിയെ, ഈ ന്യൂ ബോൺ ബേബിനെ, ആ കുഞ്ഞിനെ എടുത്തിട്ട് റൂമിലേക്ക് വരുന്നു. റൂമിൽ വന്ന് ഈ വരുന്ന സമയത്ത്
എല്ലാവരും കുഞ്ഞിനെ കാണാൻ വരുന്നു. നമ്മുടെ ഈ 4 വയസ്സുകാരന് കുഞ്ഞിനെ കാണാൻ വരുന്നു. കുഞ്ഞിനെ കാണാൻ വന്ന് ഇങ്ങനെ ഒന്ന് പാർത്ത് നോക്കുന്നു കുട്ടിയെ. ആ സമയത്ത് അതിന്റെ അപ്പുറത്തെ വീട്ടിലെ ഒരു 60 വയസ്സോ 50 വയസ്സോ ഉള്ള ഒരു ഇത്താത്ത അല്ലെങ്കിൽ അമ്മ വന്നിട്ട് ഈ കുട്ടിയെ ചൂണ്ടി ഈ 5 വയസ്സുകാരൻ അല്ലെങ്കിൽ 4 വയസ്സുകാരനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്താണ്? എല്ലാ നാട്ടിലുണ്ട്. ആളുകൾ മനസ്സിലാക്കി വെച്ചത് ഇതൊരു ലിഖിത നിയമമാണെന്നാ. ഇങ്ങനെ ഒരു കുഞ്ഞുവാവ് വരുന്ന സമയത്ത് തൊട്ട് മൂത്ത കുട്ടിനോട് എന്ത് ചെയ്യണം? ആരെങ്കിലും ഒരാളുടെ ഡയലോഗ് പറയണം, നിർബന്ധം. നിങ്ങൾ നോക്ക്, എന്ത് മാരകമായ വിഷമാണ് ആ കുട്ടിക്ക് കൊടുത്തത്. എത്ര നീചമായ പ്രവൃത്തിയാണ്. അത്തരം ഡയലോഗ് ഒക്കെ ഈ കൊച്ചു കുട്ടിയോട് പറയുന്നേക്കാൾ നല്ല തോക്കെടുത്ത് വെടിച്ചെന്ന് കൊന്നാല്. മാനസികമായി മുറിവേൽപ്പിച്ച് ഈ കുട്ടി എന്തിനു വളർത്തണം? എത്രത്തോളമാണ് അതിന്റെ ഭവിഷ്യത്ത്? ഈ കുട്ടി കിട്ടുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണ്? എത്ര മെസ്സേജാണ് കിട്ടുന്നത്? എനിക്ക് ഈ വീട്ടിലുള്ള പരിഗണന ഇനി കിട്ടാൻ പോകുന്നില്ല. മറ്റൊന്ന്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അപകട സാധ്യത, ഞാൻ എന്തെങ്കിലും മുതിർന്ന് എന്റെ ലൈഫിലേക്ക് ഒരു പുതിയ ആള് വരുന്ന സമയത്ത് പഴയ ആളെന്ത് ചെയ്യേണ്ടതില്ല? പരിഗണിക്കേണ്ടതില്ല. എന്റെ ലൈഫിലേക്ക് ഒരു പുതിയ ആള് വരുമ്പോ എന്ത് കിട്ടേണ്ടതില്ല? പഴയ ആളെ പരിഗണിക്കേണ്ടതില്ല. മാനസികമായി മുറിപ്പെടുത്തുന്ന ഇത്തരം സംസാരങ്ങൾ ഹലാലാണ് എന്ന് കരുതി വെക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരിത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്, നെഗറ്റീവായ മാറ്റം. ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മളെ വീടുകളിലൊക്കെ ഇങ്ങനെ കുട്ടികളെ പറ്റി എന്തൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയാനത്, ഉമ്മ അങ്ങനെയൊന്നും പറയരുത്, അല്ലെങ്കിൽ അമ്മ അങ്ങനെയൊന്നും പറയരുത്. എന്താ? കുട്ടിയല്ലോ, അവനത് തമാശയാണ്. പുറത്ത് ചിരിക്കുന്നുണ്ട്. എന്താ നടക്കുന്നത് നമുക്കറിയോ? എന്തൊക്കെ എന്തൊക്കെ സാധനങ്ങൾ ഇതിനുള്ളിൽ ഇവിടെ ഉണ്ട്. ഹൃദയത്തിൽ തലച്ചോറിലൊക്കെ ചിന്തയിലൊക്കെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ എന്താ? വളരെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ്. കുട്ടിക്ക് ആത്മാർത്ഥമായ സ്നേഹം കിട്ടുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ കുട്ടിക്ക് സ്നേഹം കിട്ടുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യും? നാം കുട്ടിയെ ചെയ്യും, പരിഗണിക്കുകയും അംഗീകരിക്കുകയും സുരക്ഷ നൽകുകയും ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. കുട്ടിക്ക് ശ്രദ്ധയാണ് ആവശ്യം. നോക്കൂ, ഒരു 4 വയസ്സുള്ള കുട്ടി വീട്ടിലുള്ള സമയത്ത് വിരുന്നുകാർ വരുന്നു. വിരുന്നുകാരെ നാം നല്ല രീതിയിൽ സൽക്കരിച്ചു. വിരുന്നുകാർ പോയതിനു ശേഷം വീട്ടിലെ അമ്മ എന്താണ്? ഉച്ചഭക്ഷണത്തിനുള്ള തിരക്കിലാണ്. അങ്ങനെ ഉച്ചഭക്ഷണത്തിനുള്ള തിരക്കിലുള്ള സമയത്ത് ഈ കുട്ടി എന്ത് ചെയ്തു? അമ്മയെ സഹായിക്കാമെന്നോ അല്ലെങ്കിൽ നല്ലൊരു കാര്യം ചെയ്യണമെന്ന് ഈ കപ്പെടുത്ത് പതുക്കെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് ഈ കപ്പെടുത്ത് അടുക്കളയിൽ ടേബിളിൽ വെക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വെക്കാൻ ശ്രമിക്കുന്ന വളരെ പ്രയാസപ്പെട്ടാണ്, ഏന്തിയാണ് കുട്ടി വെക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് രക്ഷിതാവ് എങ്ങനെയാ കുട്ടിയോട് പ്രതികരിക്കുക? അതങ്ങ് പൊട്ടി എന്താക്കുന്നു? നോക്കൂ, ഈ കുട്ടി ഇത് ചെയ്തത് എന്താ? ഹിലാരി എവറസ്റ്റ് കയറിയതിനേക്കാൾ വലിയ സാഹസം ചെയ്ത് വലിയൊരു കാര്യം ചെയ്തുകൊണ്ട് വെച്ചിട്ട് അപ്പൊ എന്താണ്? എനിക്ക് ശ്രദ്ധ കിട്ടും, എന്നിലെ ശ്രദ്ധ കിട്ടുമെന്ന് ആശിച്ചാണ് കുട്ടി കാര്യം ചെയ്തത്. സംഭവിച്ചതോ നേരെ ഓപ്പോസിറ്റ്. ഇനി നോക്കൂ, അഥവാ കപ്പങ്ങ പൊട്ടിയെന്ന് പറയണ്ട. ചുംബനം, തലോടല്, തലക്ക് തൊടുക, കെട്ടിപ്പിടുത്തം, ഇതൊന്നും വീട്ടിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ്. അത് എവിടെ കിട്ടും? ഓട്ടോറിക്ഷക്കാരൻ്റെ കയ്യിൽ കിട്ടുമോ? അവളങ്ങോട്ട് പോകും. പ്ലീസ്, നമ്മൾ കോടീശ്വരന്മാരായിട്ട് കാര്യമില്ല. നമ്മളെ മകൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ ആര് കൊടുക്കുന്നു അവന്റെ കൂടെ പോകും. അത് ഓട്ടോറിക്ഷക്കാരനാവും. ശ്രദ്ധിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ നോക്കാം. പറഞ്ഞ പോയിന്റ് ഇതുവരെയാണ്. അംഗീകാരം, പ്രോത്സാഹനം പറഞ്ഞു. പ്രോത്സാഹനം, ഒരു കുട്ടിയെ നല്ലൊരു കാര്യം ചെയ്യുന്ന, ഇപ്പൊ കപ്പിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടി ആത്മാർത്ഥമായ ഒരു കാര്യം ചെയ്താൽ, ഒരു നല്ലൊരു കാര്യം ചെയ്താൽ അതിൽ പ്രോത്സാഹനം കണ്ടെത്തുക. എന്നിട്ട് ഈ അപകട സാധ്യതകൾ, ഈ കപ്പ് പൊട്ടിയാൽ എന്ത്, അതൊക്കെ എങ്ങനെയാണ് കുട്ടിയോട് അവതരിപ്പിക്കേണ്ടത് എന്ന് നെക്സ്റ്റ് സ്ലൈഡ് പറയും. നമ്മൾ അടുത്ത ഭാഗം പറയുന്നുണ്ട് അതെങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്. കുട്ടിക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ടതുണ്ട്, പരിഗണന കൊടുക്കേണ്ടതുണ്ട്, അംഗീകാരം കൊടുക്കേണ്ടതുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾ കുട്ടികൾക്ക് മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടോ ശ്രദ്ധിക്കണം. കുട്ടിയുടെ നല്ല കാര്യം ചെയ്താൽ നാം അതിന് പോസിറ്റീവ് സ്ട്രോക്ക് നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കുട്ടി അതിനേക്കാൾ നന്നായ രീതിയിൽ പിന്നീട് ചെയ്യും. കുട്ടികൾക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. യൂട്യൂബിലൊക്കെ ഹിറ്റായൊരു വീഡിയോ ആണ്.
सर आपके लिए उस पार कार का इंतजाम किया है सर आइए सर चल चल I hate this country. तुम चलो तो हिंदुस्तान चले, तुम चलो तो हिंदुस्तान चले, तुम चलो तो हिंदुस्तान चले, तुम चलो तो हिंदुस्तान चले। लगा हाथ के सूरज सुबह निकाला करे, हथेलियों में भरे धूप और उछाला करे। ओ लगा हाथ के सूरज सुबह निकाला करे, हथेलियों में भरे धूप और उछाला करे। उफक पे पाँव रखो और चलो अकड़ के चलो, उफक पे पाँव रखो और चलो पकड़ के चलो, फलक पकड़ के उठो और हवा पकड़ के चलो, फलक पकड़ के उठो और हवा पकड़ के चलो। तुम चलो तो हिंदुस्तान चले, तुम चलो तो हिंदुस्तान चले, हिंदुस्तान चले। ശ്രദ്ധിക്കുക. ആ വീഡിയോ കുറെ പേർ കണ്ടതായിരിക്കും. ഒരു വലിയ സമൂഹം നോക്കി നിൽക്കെ വലിയ ആളുകൾ പോലും ഇത് സാധ്യമല്ല എന്ന് തോന്നിയ കാര്യം ആരാണ് നേതൃത്വം കൊടുത്തത്? കൊച്ചുകുട്ടിയാണ്. ആ കുട്ടി ബാക്കിയുള്ളവർക്ക് പ്രചോദനായി ആ വലിയ കാര്യം ചെയ്തു. നമ്മുടെ കുട്ടികൾക്കൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. പലപ്പോഴും നമ്മൾ അവരെ ഡീമോട്ടീവാണ് ചെയ്യുന്നത്. എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ചെയ്യരുത്, അത് നിനക്കാവില്ല എന്ന് പറഞ്ഞിട്ട് വീടുകളിൽ നിന്നാണ് ഡീമോട്ടിവേഷൻ തുടങ്ങുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. വലിയ വലിയ ആളാവേണ്ട കുട്ടികൾ, വലിയ മഹാന്മാരാവേണ്ട ആളുകളെ നമ്മൾ നമ്മുടെ ടാർഗറ്റിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റിൽ എത്താൻ വേണ്ടി കുട്ടിയെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നു. കുട്ടി വേറെ ഏതോ മേഖലയിൽ അതിനേക്കാൾ വലിയ ആളാവേണ്ടതായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇത്രയും പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് ശ്ലോകങ്ങൾ ഒരു ഉദാഹരണം കൊടുത്ത് സ്വീകരിക്കാത്തത്. അതായത് ഇപ്പൊ ഒരാൾ നല്ല ഷർട്ട് ഇട്ട് വന്നു, ഉദ്ദേശിച്ചതാണോ എന്ന് എനിക്കറിയില്ല. നല്ല ഷർട്ട് വന്നു. അപ്പൊ നമ്മളെ കുട്ടിക്ക് എന്ത് ചെയ്യും? നല്ല ഷർട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ കുട്ടി സ്വീകരിക്കുന്നില്ല. അർത്ഥം എന്താ? കുട്ടി പ്ലാസ്റ്റിക് ആണെന്ന് കരുതുന്നുണ്ടാവും. കുട്ടി കരുതി നെഗറ്റീവ് തന്നെ കിട്ടിയ ഒരു സമൂഹത്തില്, അത് നമുക്ക് മുതിർന്നവരാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നെഗറ്റീവ് മാത്രം കേൾക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ നമ്മൾ ആത്മാർത്ഥമായി പോസിറ്റീവ് കൊടുത്താൽ ഓരെന്ത് ചെയ്യും? അത് പ്ലാസ്റ്റിക് ആണെന്ന് കരുതും. ഇളക്കാല്ലേ ആ രീതി ചോദിക്കും. വളരെ പാടാ. ഓക്കെ, അത് നെഗറ്റീവ് തന്നെ. എന്നാലും നമ്മൾ പോസിറ്റീവ് കൊടുത്തോണ്ടിരിക്കുക, കുട്ടി തിരിച്ചറിയും. നമ്മളെന്ത് ചെയ്യാ? പോസിറ്റീവ് കൊടുത്തോണ്ടിരിക്കുക, കുട്ടി എന്ത് ചെയ്യും? അത് തിരിച്ചറിയും. അതിന് വേറെ കുറെ ചേരുവകൾ കൂടി ചേരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിന്റെ ഉത്തരം കിട്ടും. നമ്മൾ പറയാതെ തന്നെ കിട്ടും. ഓക്കെ, വേറെ എന്തെങ്കിലും ചേർത്തി പറയാനുണ്ടോ? നല്ല ചോദ്യമാണ്. ചില കാര്യം കുട്ടി ചെയ്യാൻ പാടില്ലാത്തത് കുട്ടി ചെയ്യാൻ ശ്രമിച്ചാൽ അപകടകരമായതുകൊണ്ട് കുട്ടിയുടെ അത് ചെയ്യരുതെന്ന് പറയണല്ലോ. അതെങ്ങനെയാണ് പറയേണ്ടത്? അത് ഇതിൽ തന്നെ കിട്ടും. ഓക്കെ, നോക്കൂ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മനഃശാസ്ത്ര ശാഖയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് നാം മനഃശാസ്ത്രപരമായി പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാഉൽ ഉലൂം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. പറയുന്നു 0, അതായത് ഒരു കുട്ടിയുടെ 7 വയസ്സ് വരെ ഒരു കുട്ടിയുടെ രക്ഷിതാവ് എങ്ങനെയാ പെരുമാറേണ്ടത്? കൂടെ കളിക്കണമെന്നാണ് പറയുന്നത്. കുട്ടിയുടെ കൂടെ കളിക്കണം. നാം ഒരുപാട് ഹദീസ് കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ, നിസ്കാരത്തിനിടെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ വൈകി. അപ്പൊ സ്വാഭാവികതയിൽ അല്ലെങ്കിൽ സാധാരണ ഉള്ളതിൽ നിന്ന് വൈകി എഴുന്നേറ്റ സമയത്ത് സഹാബികൾ നിസ്കാര ശേഷം ചോദിച്ചു, റസൂലെ നിങ്ങൾ സുജൂദിൽ നിന്ന് എണീക്കാൻ വൈകിയല്ലോ, എന്താണ് കാരണം? അപ്പൊ പറയുന്നുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവർ 2 പേര് കുട്ടികളെ എന്റെ അപ്പൊ അവര് ആവോളം കളിക്കട്ടെ എന്ന് കരുതി ഞാൻ സുജൂദ് വൈകിച്ചതാണ്.
ഇസ്ലാമിലെ പ്രധാന ആരാധന കർമ്മമായ നിസ്കാരത്തിൽ പോലും കുട്ടികളോടുള്ള സ്നേഹമാണ് ഇതാണ് സൂചിപ്പിക്കുന്നത്. 7 വയസ്സ് വരെ കുട്ടിയോടൊപ്പം കളിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കുട്ടികളെ നമ്മൾ എപ്പോഴെങ്കിലും നെഗറ്റീവ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കൊടുത്തത് ഏത് പ്രായത്തിലേക്ക്? ഒന്ന് ചിന്തിച്ചു, ഏത് പ്രായത്തിലേക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ട് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടാകുക? നെഗറ്റീവ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അറിയോ? പണിഷ്മെന്റ് ആണ് ആൾക്കാർക്ക് തല്ലൽ മാത്രമേ. നെഗറ്റീവായിട്ട് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുണ്ടാകുക ഏത് പ്രായത്തിലായിരിക്കും? ഈ പ്രായത്തിലാണ്, 7 വയസ്സ് വരെയുള്ള സമയത്തിനുള്ളിലാണ്. അപ്പൊ ആ സമയത്ത് കുട്ടിക്ക് ഒരു പണിഷ്മെന്റും കൊടുക്കാൻ പാടില്ല, നെഗറ്റീവ് കൊടുക്കാനേ പാടില്ല. കുട്ടിക്ക് ഒപ്പം കളിക്കണം. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടിയെ പോലെ ആവണം. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ആരെ പോലെ ആവണം? കുട്ടിയെ പോലെ ആവണം. കുട്ടികൾ, ഒരു കുഞ്ഞ് നമ്മോട് ചിരിച്ചിട്ട് നമുക്ക് തിരിച്ച് ചിരിക്കാൻ പറ്റുന്നെങ്കിലെങ്കിൽ നമ്മുടെ നിലവാരം എത്രയാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടിയോട് പെരുമാറുമ്പോൾ കുട്ടികളെ പോലെ പെരുമാറുക എന്നതാണ് ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് ആണ്. ഇനി നോക്കിയോളൂ, ഞാൻ അതിനെ തിരിച്ചു വരും. 7 വയസ്സ് മുതൽ 14 വയസ്സിൽ എന്ത് ചെയ്യണം? കുട്ടിയെ മര്യാദകളും ശീലങ്ങളും അനുസരണയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ട സമയമാണ് 7 വയസ്സ് മുതൽ 14 വയസ്സ്. ഇനി 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള സമയം കുട്ടിയോട് എന്ത് ചെയ്യണം? സൗഹൃദപരമായി പെരുമാറണം. അതായത് ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ശക്തമായി പ്രാവർത്തികമാക്കിയ രക്ഷിതാവാണെങ്കിൽ 3ാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യുക? കുട്ടിയോട് സൗഹൃദപരമായി പെരുമാറാം. പ്രശ്നം ഉണ്ടാവില്ല, അടി ഉണ്ടാക്കേണ്ടി വരൂല. എന്തും കുട്ടി അനുസരിക്കുന്ന രീതിയിൽ കുട്ടി എത്തിയിട്ടുണ്ടാവും. ഇനി നോക്കൂ, അടുത്തത് 21 വയസ്സിന് ശേഷം കുട്ടിയെ സ്വതന്ത്രമായി വിടാവുന്നതാണ്. ഈ 3 കാര്യങ്ങൾ കുട്ടിയോടൊപ്പം കളിക്കുക എന്ന ആദ്യത്തെ സ്റ്റെപ്പും, കുട്ടിയോട് ശീലങ്ങളും മര്യാദകളും പഠിപ്പിക്കുക എന്ന 2ാമത്തെ സ്റ്റെപ്പും, സൗഹൃദപരമായി പെരുമാറുക എന്ന 3ാമത്തെ സ്റ്റെപ്പും സ്വീകരിച്ചാൽ 3ാമത്തെ പ്രാവശ്യം അടുത്ത 21 വയസ്സിന് ശേഷം കുട്ടി എന്ത് ചെയ്യാം? സ്വതന്ത്രമായി വിടാവുന്നതാണ്. കുട്ടി നല്ല വ്യക്തിത്വമായി വരുന്നതായിരിക്കും. മനഃശാസ്ത്ര വിദഗ്ധന്മാർ സൂചിപ്പിക്കുന്നു, 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയോട് ആ കുട്ടിക്ക് പോസിറ്റീവായ ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ, കുട്ടിയുടെ സുരക്ഷിതത്തിന്റെ ഭാഗമായുള്ള ശ്രദ്ധ കുട്ടിക്ക് കിട്ടുന്നില്ല എങ്കിൽ, 7 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി ശ്രദ്ധക്ക് ശ്രമിച്ചിട്ട് കിട്ടാത്ത കുട്ടി എന്ത് ചെയ്യും? നെഗറ്റീവ് ശ്രദ്ധക്ക് സ്വീകരിക്കും. പോസിറ്റീവായ കിസ് കിട്ടിയില്ല, എന്തെങ്കിലും തരണം, എനിക്ക് കിക്കെങ്കിലും തരണം. 0 സ്റ്റോക്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ ഒരു സാഹചര്യം നമ്മൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എത്ര നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും? പറ്റില്ല, തളർന്നു പോകും. വളരെ അപകടകരമാണ്. ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്താ? അയാളോട് ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് ചെയ്യാണ്ടിരിക്കുക, നെഗറ്റീവ് ചെയ്യാണ്ടിരിക്കുക. നെഗറ്റീവ് അതിനെക്കാളും തന്നെ. അപ്പൊ എന്ത് ചെയ്യും? ശ്രദ്ധിക്കുക, നമ്മുടെ ലൈഫിൽ തന്നെ ഒരാളെ നമ്മൾ തീരെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? തോണ്ടിയിട്ടെങ്കിൽ നമ്മൾ മുടിക്കും. ഫാമിലി ലൈഫിൽ ആലോചിച്ചാൽ മതി, കുടുംബജീവിതത്തിൽ ആലോചിച്ചാൽ മതി. വേഗം കുട്ടി ആൻസർ എന്താ ചെയ്യലെന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. നെഗറ്റീവ് ശ്രദ്ധക്ക് കുട്ടി ശ്രദ്ധിക്കും. കുട്ടി വിചാരിക്കുന്നത് എന്റെ രക്ഷിതാവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ മുതിർന്ന ആളുകളൊക്കെ ചീത്തയാണ്, മുതിർന്ന ആളുകളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു നിലവാരത്തിലേക്ക് കുട്ടി എത്തുകയും കുട്ടി നെഗറ്റീവ് ശ്രദ്ധക്ക് ശ്രമിക്കുകയും ചെയ്യും. ആ സമയത്ത് കുട്ടിയുടെ വികാരം ഏതായിരിക്കും? ദേഷ്യമാണോ? സ്നേഹമാണോ? ഏതാണ്ടതാ? ചെറിയ കുട്ടി, 7 വയസ്സിന് താഴെയുള്ള കുട്ടിയെ നമ്മൾ നെഗറ്റീവായ കുട്ടിയെ ചെയ്താൽ കുട്ടിക്ക് ഉണ്ടാവുന്ന വികാരം ഭയമാണ്. കുട്ടിക്ക് ഭയമാണ് അവിടെ അനുഭവപ്പെടുക. കുട്ടി ചിന്തിക്കുമെന്നൊക്കെ വെറുതെ വിചാരിക്കണം. കുട്ടിക്ക് എന്താ വരിക? ഭയം എന്ന ഫീലിംഗ് ആണ് വരാറുള്ളത്. 7 വയസ്സിന്റെയും 14 വയസ്സിന്റെ ഇടയിൽ കുട്ടി സംഭവിക്കുന്നത്, വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടി അവിടെ എന്ത് ചെയ്യും? പവർ ഫൈറ്റിംഗ് തുടങ്ങും. അതായത് കുട്ടി ചെറിയ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഗ്ലാസ് ഉടച്ചത് നീ അല്ലടാ, ഞാനല്ല, നീ ആണെന്ന് എനിക്കറിയാം, ഞങ്ങളും തെളിയിക്കി, ആരും കണ്ടില്ല, ഞാൻ പൊട്ടിപ്പൊട്ടും തെളിയിക്കി. ആ രീതിയിൽ കുട്ടി എന്ത് ചെയ്യും? ചണ്ട കൂടും. ആ ശ്രമത്തിൽ ആ രീതിയിലേക്ക് കുട്ടി എന്ത് ചെയ്യും? ഫൈറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് 7 വയസ്സിന്റെയും 14 വയസ്സിന്റെ ഇടയിൽ കുട്ടി എത്തിച്ചേർന്നിട്ടുള്ളൂ. നമുക്ക് ഹിറ്റ്ലറുടെ കഥയൊക്കെ അറിയാം, നമ്മൾ അതിലേക്ക് എത്തും. ഇനി നോക്കൂ, 14 വയസ്സിന്റെ 21 വയസ്സിന്റെ ഇടയിൽ 3ാമത്തെ സ്റ്റേജിലെത്തുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യും? റിവെഞ്ചിലേക്ക് എത്തും, പ്രതികാരത്തിലേക്ക് എത്തും. കുട്ടിക്ക് ആവശ്യം, ഈ 2 സ്റ്റേജിലും കുട്ടിക്ക് ആവശ്യമായ കെയറും കാര്യങ്ങളും കിട്ടിയിട്ടില്ലെങ്കിൽ, ശ്രദ്ധ കിട്ടാതെ വളർന്ന കുട്ടിയാണെങ്കിൽ പിന്നെ കുട്ടി പ്രതികാരമായിരിക്കും. അറിയാതെ, രക്ഷിതാവ് അറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ അധ്യാപകർ അറിയാത്ത രീതിയിൽ ചെയ്യും, പ്രതികാരം ചെയ്യും. നോക്കൂ, നിങ്ങൾ സ്കൂളിന്റെ ബാത്റൂമിന്റെ മുകളിലൊക്കെ പലതും നിങ്ങൾ കാണുന്നില്ലേ? ചിത്രങ്ങൾ വരയ്ക്കുന്നതൊക്കെ എന്താ? അവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. എന്തെങ്കിലും ശ്രദ്ധ കിട്ടണോ? ചെയ്തു. അധ്യാപകരെ പറ്റി അസഭ്യം എഴുതി, പേപ്പറിൽ എഴുതി,
ചെയ്യുന്നത് കാണാം. അങ്ങനെ ശ്രദ്ധ കിട്ടാതിരിക്കുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യും? പ്രതികാരം എന്ന സ്റ്റേജിലേക്ക് എത്തും. 4ാമത്തെ സ്റ്റേജ്, ഇത്രയും സ്റ്റേജ് കഴിഞ്ഞ് ശ്രദ്ധ കിട്ടാതെ വളർന്നു കുട്ടി 4ാമത്തെ സ്റ്റേജിലെത്തുമ്പോൾ പിന്നെ പരിധി വിട്ട് ഒന്നുകിൽ കുട്ടി ഉൾവലിയുന്ന പ്രകൃതമോ, ആരോടും സംസാരമില്ലാതെ ഉൾവലിയുന്ന ആ പ്രകൃതത്തിലേക്ക് കുട്ടി മാറും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അക്രമകാരിയായി മാറും. ഹിറ്റ്ലറുടെ കഥയൊക്കെ നമുക്കറിയാം. ഹിറ്റ്ലറുടെ കഥ, അയാള് ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊലപ്പെടുത്തി, ലക്ഷക്കണക്കിന് വികലാംഗരെയും കൊലപ്പെടുത്തി. ഇതിന് കാരണം പറയുന്നത് ഹിറ്റ്ലറുടെ പിതാവ്, ജൂതനായ പിതാവ് ഹിറ്റ്ലറെ ചെറുപ്പത്തിൽ പേടിപ്പിക്കുമായിരുന്നു. വിൻഡോ ജനൽ അടയ്ക്കാൻ മറന്നുപോയാൽ എന്ത് ചെയ്യും? ഭീകര രൂപം വന്ന് പേടിപ്പിക്കും. ഇത് ചെയ്യുന്ന ആള് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇത് ചെയ്താൽ കുട്ടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പഠിക്കുകയും നാളെ മുതൽ നന്നായി അനുസരിക്കുകയും ചെയ്യും. നാം ആ രീതിയിൽ പ്രതികരിച്ച് പോകുന്നുണ്ടോന്ന് ആലോചിച്ചു നോക്കുക. കുട്ടിയെ ഭയപ്പെടുത്തി ചെയ്യുന്ന സമയത്ത് എന്താ നടക്കുന്നത് എന്നുള്ളത് ചിത്രം ഞാൻ കാണിച്ചു തന്നു. പിന്നീട് ലാസ്റ്റ് ഇത് കുട്ടി എന്ത് ചെയ്യും? തൂണിന്റെ പിന്നിൽ കൈ വെച്ച് നിന്ന് കൊടുക്കും. ബാക്കി എളുപ്പമാണല്ലോ, കെട്ടിയെടുത്ത് തല്ലിയാൽ മതിയല്ലോ. ആ രീതിയിൽ എന്ത് ചെയ്യും? ഘട്ടങ്ങൾ കടന്നുപോയി ലാസ്റ്റ് മരിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? പ്രതികാരം. ലക്ഷക്കണക്കിന് ആളെ കൊന്നു, വികലാംഗരെ കൊല്ലാൻ കാരണം പറയുന്നത് ഹിറ്റ്ലറുടെ അമ്മമ്മ എന്തായിരുന്നു? വികലാംഗയായിരുന്നു. ആ സ്ത്രീയും ഹിറ്റ്ലറെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. നോക്കൂ, നിങ്ങള് ഉപദ്രവിച്ച ആളോടല്ല പ്രതികാരം ചെയ്യുന്നത്, അവരുടെ കുലത്തോടാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, നാം നമ്മുടെ കുട്ടിയോട് നെഗറ്റീവായ സ്ട്രോക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നമ്മളായിരിക്കില്ല. ആരായിരിക്കും? അടുത്ത തലമുറയോ മറ്റോ ആയിരിക്കും. അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാം ഒരു കുട്ടിക്ക് നെഗറ്റീവ് സ്ട്രോക്ക് കൊടുത്ത് കുട്ടിയെ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കില്ല അത് അനുഭവിക്കേണ്ടി വരിക, വേറൊരു വിഭാഗമായിരിക്കും. വലിയ അപരാധമായിരിക്കും നാം കുട്ടിയോട് ചെയ്യുന്നതെന്നാണ് നാം മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ്, 2 രീതിയിൽ പേരൻസ് പ്രധാനമായിട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, സ്ട്രിക്ട്നെസ് കാണിച്ചു, വളരെ കർക്കശമായിട്ട്. അവിടെ നോക്കരുത്, ഇവിടെ നോക്കരുത്, അവിടെ തിരിയരുത്, ഇവിടെ ചെയ്യരുത്, അതെടുക്കരുത്, ഇതെടുക്കരുത്, എല്ലാം നോ 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 പറഞ്ഞിട്ട്. പണ്ട് കുടുംബത്തിൽ, ഇപ്പോഴൊന്നും അതില്ല, പണ്ട് കുടുംബത്തിലൊക്കെ കേൾക്കാറുണ്ടായിരുന്നു, കുട്ടികൾക്ക് പുസ്തകം വേണമെങ്കിൽ, പേന വേണമെങ്കിൽ കുട്ടികളെ നേരിട്ട് ആരോട് പറയില്ല, ഉപ്പയോട് പറയില്ല, അല്ലെങ്കിൽ അച്ഛനോട് പറയില്ല, അമ്മയോട് പറയും. അമ്മ പോയിട്ട് പറയുന്നത് മകന് ബുക്ക് വേണം പോലും. അപ്പോ രക്ഷിതാവ് എന്ത് പറയുന്നു? പിതാവ് എന്ത് പറയുന്നു? അതൊന്നും വേണ്ട, നാളെ വാങ്ങിയിട്ട് തന്നെ പോരെ. അങ്ങനെ എപ്പോഴും നോ പറയുന്ന രീതിയിലും സ്ട്രിക്റ്റ് വല്ലാതെ കാണിച്ച് ചെയ്യുന്ന പേരന്റ് ഉണ്ട്. അപ്പൊ അവര് പറയുന്നൊരു ന്യായമുണ്ട്. സ്ട്രിക്റ്റ് കാണിക്കുന്ന പേരന്റ് ചോദിക്കും, സ്ട്രിക്റ്റ് കാണിക്കാതെ പിന്നെ കുട്ടിനെ കൊഞ്ചിച്ച് വഷളാക്കാൻ വേണ്ടി കുട്ടിയോട് കൊഞ്ച് വഷളാക്കണോ? തലേ കയറില്ലേ? ആ രീതിയിൽ. ഇനി 2ാമത്തെ വിഭാഗം ആളുകളുണ്ട്, പെർമിസീവ്നെസ്, എല്ലാത്തിനും അവർക്ക് സമ്മതിക്കും. കുട്ടി നാളെ കീറിയ ജീൻസ് കൊട്ടുന്നില്ലെങ്കിൽ സമ്മതം, നോ പ്രോബ്ലം, കുട്ടിയല്ലേ ചെയ്യട്ടെ. മോശമായ വസ്ത്രം ധരിച്ച് കൊട്ടുന്നില്ലെങ്കിൽ പറയുന്നില്ല, കൺട്രോൾ ചെയ്യുന്നില്ല, ഒരു കൺട്രോളും ഇല്ല. ഒന്നിനും നൂല് പൊട്ടിയ പട്ടം, ഏതില് വേണമെങ്കിലും പോകാം, ഒരു വിഷയത്തിലും ഈ പേരന്റ് ഇടപെടുന്നില്ല. ഇതിലേതാ ശരി? 2 ശരിയല്ല. 3ാമതൊരു മാർഗം നാം പഠിക്കേണ്ടതുണ്ട്. നോക്കിയോളൂ, 3ാമത്തേതാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ. അതായത് കുട്ടിയെ ഡിസിപ്ലിൻ നാം പഠിപ്പിക്കുന്നു പോസിറ്റീവായ രീതിയിൽ. നേരത്തെ ഉസ്താദ് പറഞ്ഞ മറുപടി അവിടെ വരുന്നത്, കുട്ടിയെ നാം സ്ട്രിക്റ്റില് കൊണ്ടുവരുന്നുണ്ട്, പോസിറ്റീവായി ഇടപെട്ടുകൊണ്ടായിരിക്കണം. ഇനി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു വിഷയം വന്നാൽ, നോക്കൂ, ശാരീരികപരമായ ഒരു അസുഖം ഒരു കുട്ടിക്ക് ഉണ്ടായാൽ നമുക്കത് ചികിത്സിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? നോക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഈ മരുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, 10-25 മരുന്ന് ടെസ്റ്റ് ചെയ്യുക. എന്താ ചെയ്യാ? വിദഗ്ധനായ ഒരാളെ കാണിക്കും. നമ്മുടെ കുട്ടിയിൽ ഒരു വൈകല്യമുണ്ട്, നമുക്കത് തിരുത്താനാവുന്നില്ലെങ്കിൽ ഇവരെ പോലത്തെ കൗൺസിലേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോകണോ? ഓരോട് ചോദിക്കണം, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, കുട്ടിക്ക് എന്താ ചെയ്യാൻ പറ്റുക? കുട്ടി ഇല്ലാതെ പോയി കുട്ടിയോടൊപ്പം പോയിട്ടൊക്കെ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്ത് മുറി മരുന്നായിട്ട് ചികിത്സിക്കും. ഇതിനുള്ള മരുന്ന് 2 പെടപെടക്കലാണ്, ശരിയാവും. അങ്ങനെ തെറ്റായ കൺസെപ്റ്റിൽ പേരൻസ് ചെയ്തു പോകുന്നുണ്ട്. പോസിറ്റീവ് ഡിസിപ്ലിൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും, എന്നാലേ ഇത് എല്ലാവരും കൂടെ ഇടപെടലാകുന്നു. കുറച്ച് ഉദാഹരണം പറയാൻ പറ്റും. പോസിറ്റീവ് ഡിസിപ്ലിൻ, പോസിറ്റീവ് ഡിസിപ്ലിൻ എക്സാമ്പിൾ ആയിട്ട് കഥയായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പവർഫുൾ ആയ ടൂളാണ് ഈ സ്ട്രോക്ക്. ഇത്രയും പവർഫുൾ ആയ ഈ ടൂള് നാം എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട്? ഇത് ഉപയോഗിക്കാതെ നമ്മൾ പറയും അവൻ ശരിയില്ല, അവൻ ശരിയാവുന്നില്ല. എത്ര പറഞ്ഞു ഞാൻ സാറ്, ഞാൻ അവനെ എത്ര കൊഞ്ചിച്ചു നോക്കി, ശരിയില്ല. കുറെ അടിച്ചു നോക്കി, എന്നിട്ട് ശരിയില്ല.
നമ്മൾ പോസിറ്റീവ് ഡിസിപ്ലിനിലേക്ക് എത്തിയിട്ടില്ല. അതാണ് മനസ്സിലാവുന്നത്. ഈ ജോണിന്റെ കഥയോട് ചേർത്ത് വേറെ ആൾ പറഞ്ഞിരുന്നു, ഒരു ജോണ് പേര് ചോദിക്കും പറയും പോലെ പേരെന്താണെന്ന് ചോദിച്ചാൽ ജോൺ ഡോണ്ട് ഡു ഇറ്റ്. കാരണം ജോണിനോടൊപ്പം ജോണ് ജനലിന്റെ അടുത്തേക്ക് പോയി അമ്മ പറയും ജോൺ ഡോണ്ട് ഡു. ഇവൻ ഒരു മോശക്കാരനെ ചിത്രീകരിച്ച് ഒപ്പം ഡോണ്ട് ഡു കൂട്ടിയിരിക്കും. ലാസ്റ്റ് അവൻ പേരെന്താക്കി ജോൺ ഡോണ്ട് ഡു ഇറ്റ് എന്നാക്കി മാറ്റിയതാണ്. വേറൊരു പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ബുക്കിൽ പറയുന്നുണ്ട്, വളരെ എന്നെ സ്വാധീനിച്ച ഒരു ഭാഗമാണ്. അദ്ദേഹം സ്റ്റുവർഷിപ്പ് എന്നൊരു മെത്തേഡാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ടേബിളിന്റെ മുകളിൽ വെച്ചാൽ കുട്ടികൾ വന്നെടുക്കാൻ സാധ്യതയുണ്ട്. കുട്ടികൾ വന്നിട്ട് പുസ്തകങ്ങളും പേപ്പറുകളും കീറി വച്ചിരിക്കാനും സാധ്യതയുണ്ട്. ചെറിയ കുട്ടികളുടെ 4 വയസ്സ് 2 വയസ്സുള്ള മക്കളാണ്. അത് ചീത്തയാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളെ കുട്ടികൾ എന്ത് പറയും, അത് എടുക്കരുത് എന്ന് പറയും. ശരിക്കും അത് നെഗറ്റീവായി. എടുക്കരുത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. യഥാർത്ഥത്തിൽ നെഗറ്റീവ് പരമാവധി ഒഴിവാക്കണമെന്നാണ്. തീരെ ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാവുന്നതാണ്. പരമാവധി നെഗറ്റീവ് ഒഴിവാക്കുക. നെഗറ്റീവ് പറഞ്ഞാൽ ഉടനെ കാരണം പറയും. ഒരു കുട്ടിയോട് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അരുത് കുട്ടി പറഞ്ഞ ഉടനെ എന്ത് ചെയ്യണം, കാരണം ഇന്നതെന്ന് പറയണം. നമ്മളെപ്പോഴും എന്താ, അത് നോക്കരുത്, അത് എടുക്കരുത്, കാരണം പറയുമ്പോൾ നേരല്ല. അപ്പൊ നേരല്ലെങ്കിൽ എന്ത് ചെയ്യാ, പോസിറ്റീവ് ആക്കി പറയും. അങ്ങനെ എന്ത് ചെയ്യാ, പരമാവധി പോസിറ്റീവ് ആക്കാണ് പറയേണ്ടത്. ഇദ്ദേഹം ചെയ്തൊരു മെത്തേഡ്, ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ കുട്ടികൾ വെക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അദ്ദേഹം കുട്ടിയെ പറഞ്ഞു, ഉപ്പന്റെ ബുക്കാണ്, ഉപ്പ എഴുതുന്ന പേനയാണ്, പേപ്പറാത്. ഉപ്പ വീട്ടിലില്ലാത്ത സമയത്തോ വീട്ടിലുള്ള സമയത്തോ ആരെങ്കിലും വന്ന് ഇത് എടുക്കുകയാണെങ്കിൽ ആര് നോക്കണോ, നിങ്ങൾ നോക്കണോ. ഉപ്പന്റെ ബുക്കാണ്, ആരെടുത്താലും ആരോട് പറയണോ, ഉപ്പനോട് വന്ന് പറയണം കേട്ടോ. കുട്ടികൾ പിന്നെ അത് എടുക്കുവോ? അദ്ദേഹം അനുഭവം പങ്കുവെക്കുക. കുട്ടികളെ എടുത്തില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും കുട്ടികളെ വന്ന് എടുക്കാൻ നോക്കിയാൽ തന്നെ കുട്ടികൾ എന്ത് പറയൂ, അത് ഉപ്പന്റെ പുസ്തകമാണ്, എടുക്കേതിട്ടോ, അല്ലെങ്കിൽ വേഗം ഉപ്പനെടുത്ത് ഓടി വന്ന് പറയും. ഇതാണ് എന്ത്, പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന മെത്തേഡ്. കുട്ടിയെ പരിഗണിച്ച് അംഗീകരിച്ച് കുട്ടിയെ കുട്ടിയായി കണ്ടുകൊണ്ട് കുട്ടിയെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യും, ഭംഗിയെ ചെയ്യും. അധ്യാപകർക്കായി മെത്തേഡ് സ്വീകരിക്കാറുണ്ട്. ചില പ്രത്യേക കുട്ടികളെ വെച്ചിട്ടാക്കും, ലീഡറൊക്കെ ആക്കും. അത് കുട്ടിക്ക് എന്ത് ചെയ്യരുത്, നെഗറ്റീവായി ഫീൽ ചെയ്യാത്ത രീതിയിൽ അവതരിപ്പിക്കണം. നോ പരമാവധി പറയാ, ഫുള്ള് തന്നെ പറയാതിരിക്കാൻ പറ്റും. പ്രാക്ടീസ് ചെയ്താൽ ശരിക്കും ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യണം, തീരെ നോ പറയാതിരിക്കാൻ പറ്റും. നോ പറയുകയാണെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, എന്തുകൊണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചില പേരൻസ് എന്ത് ചെയ്യും, അവർ വളരെ പോസിറ്റീവ് ആണെന്ന് കരുതി അവർ വിചാരിക്കും വീടിന്റെ ചുമരിൽ കുട്ടി എഴുതുന്ന സ്വഭാവമുണ്ട്. അതായത് ഫ്രണ്ടിലെ കോലായിലെ ചുമരിലാണ് എഴുതുന്നത്. അപ്പൊ പേരന്റ് ഇതാക്കിയത് കുട്ടിയെ സ്ട്രിക്ട്നെസ് കാണിക്കണ്ട, കുട്ടിക്ക് എന്ത് ചെയ്യുക, അലോ ചെയ്ത് കൊടുക്കുക. വലിയൊരു അപകടമുണ്ട്, ശ്രദ്ധിക്കാത്ത കാര്യം. ഈ കുട്ടി ബന്ധു വീട്ടിൽ പോയിട്ട് വരയ്ക്കും. ചിലപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് വരയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീടല്ല വൈറ്റ് വാഷ് ചെയ്തേക്കാം. ബന്ധു വീട്ടിൽ പോയിട്ട് ഇങ്ങനെ വരച്ചാലോ, നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ നാട് മൊബൈലും സാധനങ്ങളൊക്കെ കുട്ടി എടുത്തോട്ടെ, വേറെ വീട്ടിൽ പോയി എടുത്താൽ കുട്ടിക്ക് അറിയില്ലല്ലോ, ഉപ്പൻ്റെ എടുക്കാം വേറെ വീട്ടിൽ എടുക്കുന്നത് അറിയില്ലോ. അപ്പൊ അവിടെ പോസിറ്റീവ് ഡിസിപ്ലിൻ കുട്ടി ചെയ്ത് കൊടുക്കണം. ഇസ്ലാമിൽ ഉത്തരവാദിത്തമാണെന്ത്, അത് കുട്ടി പറഞ്ഞ് മനസ്സിലാക്കണം. ചുമരിൽ വരയ്ക്കുന്ന കുട്ടിയോട് എന്ത് പറയണം, മകനെ ഇവിടെ വരയ്ക്കിന്ന് പറഞ്ഞാൽ പോലെ, അവിടെ വരയ്ക്കണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞാ ഇവിടെ വരയ്ക്കി, പറ്റുമെങ്കിൽ ചുമര് തന്നെ കൊടുക്കുക, വേറെ ഏതെങ്കിലും ചുമര് കൊടുക്കാം. എനിക്ക് ചില കുട്ടി ചുമര് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നിൽ എവിടെയെങ്കിലും എന്ത് ചെയ്യാം, ചുമര് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അരുത് പറയുന്നതിന് വേറെ പോസിറ്റീവ് ആകാശം, അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവിലേക്ക് അത് ശൈലി നമുക്ക് സ്വീകരിച്ചു വരും. ഓക്കെ, പോസിറ്റീവ് സർക്കിളിലൊക്കെ ആളുകൾ വേണ്ടവർക്ക് അറിയാം ഐഡിയകളൊക്കെ. ഓക്കെ, നമ്മുടെ പോസിറ്റീവ് ഇന്ത്യയുടെ ഒരു പ്രധാന മെമ്പറും ഫവാസ് പുതുപ്പറവിന്റെ 2 പുസ്തകങ്ങൾ നമ്മൾ, ഒന്ന് ടെൻഷനില്ലാത്ത ജീവിതം, നല്ലൊരു പുസ്തകമാണ്. പിന്നെ രണ്ടാമത്തേത് പുതിയത് ഇറങ്ങിയ പുസ്തകമാണ് ഹാപ്പി ലൈഫ്, വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ്. നാം കുട്ടിയോട് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടിയോട് മാത്രമല്ല റിയൽ ലൈഫിൽ മൊത്തത്തിൽ ഏതൊക്കെ തലങ്ങളിലാണ് നമ്മുടെ പ്രതികരണങ്ങൾ വരുന്നത് എന്ന് നോക്കാവുന്നതാണ്. ശ്രദ്ധിക്കൂ, ഒന്ന് പെരുമാറ്റതലം. പെരുമാറ്റതലം എന്നത് സാധാരണ കുട്ടിയോട് പെരുമാറുന്നതല്ല, അല്ലെങ്കിൽ മൊത്തത്തിൽ പെരുമാറുന്ന ഗുഡ് മോർണിംഗ് പറയുന്നു, ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു, സലാം പറയുന്നു, ആ രീതിയിൽ പെരുമാറ്റമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ പെരുമാറ്റതലത്തിൽ പെട്ടതാകുന്നു. മറ്റൊന്ന് ചിന്താതലം. ഞാനിപ്പോ ഇയാളോട് ഇങ്ങനെ പറഞ്ഞാൽ ഇയാൾ ഇങ്ങനെ, അതെ. മറ്റൊന്ന്, ഇയാള് അത്ര നല്ല ഒന്നല്ല, കഴിഞ്ഞ ആഴ്ച കുഞ്ഞാലിക്കാനോട് ഇങ്ങനെ പറ്റി എന്തോ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഒരു ചിന്ത എടുത്താൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഭാഗങ്ങളാണ്. മറ്റൊന്ന് വൈകാരിക തലം. എത്രത്തോളം ഫീലിങ്സ് വൈകാരികമായി എത്രത്തോളം ഉണ്ടാവും, 250-ൽ പരം വികാരങ്ങൾ ഒരാളിൽ ഉണ്ടാവും. നോക്കിക്കോളൂ, സാഡ്, മാഡ്, ഗ്ലാഡ്, സ്കാഡ് എന്ന് പറയും. അതായത് ദുഃഖം, ദേഷ്യം, സ്നേഹം, ഭയം. ഏതൊക്കെയാണ്? ദുഃഖം, ദേഷ്യം, സ്നേഹം, ഭയം. ഇതാണ് പ്രധാനമായി കാണുന്ന വികാരങ്ങൾ. നോക്കിക്കോളൂ, ഞാൻ നേരത്തെ പറഞ്ഞു
കൊച്ചുകുട്ടിയോട് ശ്രദ്ധ കിട്ടാതെ വരുന്ന സമയത്ത് കുട്ടിക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് ഏതാണ് അവിടെ? ഏത് ഇമോഷൻ ഉണ്ടാവുന്നത്? ഏത് വികാരം ഉണ്ടാവുന്നത്? ഭയം എന്ന വികാരമാണ്. പിന്നീട് അത് ദേഷ്യമായി മാറുന്നു. സ്നേഹം നമുക്കറിയാവുന്നതാണ്. ഈ 3 വികാരം ശ്രദ്ധിക്കേണ്ടത്. നാം ഒരു കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഏത് ഇമോഷനാണ് അല്ലെങ്കിൽ ഏത് വികാരമാണ് പാസ് ചെയ്യപ്പെടുന്നത് നോക്കണം. നോക്കൂ, ചില സമയത്ത് ചിന്താതലം അങ്ങ് ഓഫായി പോയി. ചിന്താതലം ഓഫായി പോയി. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നടന്നു വരുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ പട്ടി കടിക്കാൻ വന്നു, ഓടാണ്. നമ്മൾ ചിന്തിക്കുവോ അതാരെ പട്ടിയാണ്? കല്യാണിയമ്മന്റെ വീട്ടിലെ പട്ടിയാണോ? അപ്പുറത്തെ വീട്ടിലെ കണാരേട്ടന്റെ വീട്ടിലെ പട്ടിയാണോ? ഈ പട്ടി വാലാട്ടുന്നുണ്ടോ? അങ്ങനെ കണ്ടില്ല, ആട്ടാണെങ്കിൽ ഇങ്ങനെ ഏത് വികാരം? ചിന്ത അവിടെ നടക്കുന്നുണ്ടോ? ചിന്താതലം ഓഫായി. ചിന്താതലം ഓഫായി പോയി. നേരിട്ട് എന്ത് വരും? പെരുമാറ്റം നിർത്തി വരുന്നു, ഓടി രക്ഷപ്പെടുന്നു, ഏതെങ്കിലും ഉയർന്ന സ്ഥലത്ത് കയറുന്നു, മരത്തിന്റെ മുകളിൽ കൊണ്ടു, എവിടെ കയറും. പിന്നെ ആലോചിക്കുക, പടച്ചോൻ ആരോ കണ്ടോ? ഞാൻ എന്ത് മനസ്സിലാ പറഞ്ഞു? ഞാനിങ്ങനെ ഭയം പാടുന്നു, ആളാരെ കണ്ടോ? പിന്നെ ചിന്ത വർക്ക് ചെയ്യുന്നുള്ളൂ. ഇനി കുട്ടിയോട് പെരുമാറുന്ന സമയത്ത് വികാരമാണ് പാസ് ചെയ്യപ്പെടുന്നത്. ഏത് വികാരത്തിനാണ് കുട്ടി നമ്മൾ പാസ് ചെയ്യപ്പെടുന്നത്? ശരിക്കും ശ്രദ്ധിക്കണം. ദുഃഖമാണോ കുട്ടിയിൽ ഫീൽ നമ്മൾ പാസ് ചെയ്യുന്നത്? ദേഷ്യമാണോ? സ്നേഹമാണോ? ഭയമാണോ? മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഏത് വികാരമാണോ ഉണ്ടായത് യഥാർത്ഥ വികാരമായിരിക്കില്ല നമ്മൾ പാസ് ചെയ്യാം. ഉദാഹരണം പറയാം. നമ്മുടെ കുട്ടി അധാർമികപരമായ വസ്ത്രം ധരിക്കുന്നു. ഒരു കുട്ടി മോശമായ വസ്ത്രം ധരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ പറ്റി ആളുകൾ മോശമായ പരാമർശങ്ങൾ നടത്തുന്നു. നമ്മുടെ കുട്ടിയാണ്. ആ കുട്ടിയെ നാം തിരുത്തി കൊടുക്കുന്ന സമയത്ത് ഏത് രീതിയിൽ രക്ഷിതാവ് പ്രതികരിക്കുന്നത്? രക്ഷിതാവ് അപ്പോഴാണ് അറിയുന്നത് കുട്ടി മോശമായിട്ട് വസ്ത്രം ധരിഞ്ഞു, അടുത്ത വീട്ടിലെ ആളുകൾക്ക് കുട്ടിയെ പറ്റി മോശമായ കാര്യം പറഞ്ഞു എന്ന് അറിയുന്നത്. കുട്ടിയെ തിരുത്താൻ വേണ്ടി നമ്മൾ വിളിക്കും. ഏത് വികാരമാണ് കുട്ടിയെ പാസ് ചെയ്യുക? സ്നേഹമാണോ? അല്ല. പിന്നെ ഏതാ? ദേഷ്യം. യഥാർത്ഥത്തിൽ പിതാവിനുണ്ടായ ഫീലിംഗ് ഏതാ? ദേഷ്യമാണോ? ഏതുണ്ടായത്? ദുഃഖം, ഭയം. ഭയമായിരിക്കാം. എന്റെ കുട്ടിയെ പറ്റി ആളുകൾ പറയുന്നു കുട്ടിയുടെ ഭാവി എന്താവും, അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ പറഞ്ഞല്ലോ ദുഃഖമാവും. നമുക്കുണ്ടായ ഫീലിംഗ് അല്ല കുട്ടിന്റെ അടുത്ത് അവതരിപ്പിക്കുന്നത്. വൈകാരികപരമായി കുട്ടിയെ അടുത്ത് വിളിച്ചിട്ട് ഈ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ കുട്ടിക്ക് എന്ത് ചെയ്യും? മാറ്റം വരുത്താൻ സാധിക്കും. അതാണ് പറയാൻ പോകുന്നത്. കുട്ടിയെ അടുത്ത് വിളിച്ച് പറയാ, മകനെ അല്ലെങ്കിൽ മകളെ, നീ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് കണ്ടു, ഉപ്പാക്ക് ഒരുപാട് സങ്കടം ഉണ്ട് കേട്ടോ, ഒരുപാട് ഭയം തോന്നുകയാണ്, മകളുടെ വിഷയത്തിൽ എന്താവുമെന്ന് എനിക്ക് പേടി തോന്നുകയാണ്. ആ രീതിയിൽ വൈകാരികപരമായി കുട്ടിയെ അപ്രോച്ച് ചെയ്താലാണോ വിജയം കഴിക്കുക, അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ ദേഷ്യം എന്ന വികാരം പാസ് ചെയ്താലോ? ദേഷ്യം എന്ന ആ വികാരം പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കരുതുന്ന കുട്ടിക്ക് എന്താ ചിന്തിച്ചൂടെ? ഇന്റെ കാര്യത്തിനാ പറയുന്നത്, കുട്ടിക്ക് ചിന്തിച്ചൂടെ? കുട്ടിക്ക് അവിടെ എന്താ ദേഷ്യമാണ് സ്വീകരിക്കുക? കുട്ടിക്ക് അവിടെ എന്ത് ചെയ്യും? കുട്ടി ഭയപ്പാട് വരികയും അല്ലെങ്കിൽ കുട്ടി അതിനോട് നെഗറ്റീവായി പ്രതികരിക്കുകയും വരുന്നുണ്ട്. ശരിക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പൊ വൈകാരികപരമായി നമുക്ക് ഏത് ഫീലിംഗ് ആണ് വരുന്നത്, ആ ഫീലിംഗ് കുട്ടിയിലെ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. അല്ലെങ്കിൽ ഒരാളെ ഒരു സദസ്സിൽ ചിലപ്പോൾ സമയത്ത് നമ്മൾ വല്ലാതെ പൊട്ടിത്തെറിക്കും. യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ ഫീൽ ചെയ്ത് എന്തോടെ പൊട്ടിത്തെറിച്ച് ഭയം വന്നിട്ട് അല്ലെങ്കിൽ ദുഃഖം വരുമ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? യഥാർത്ഥ ഫീലിംഗ് അല്ല നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോ വൈകാരികപരമായി യഥാർത്ഥ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ചിന്താതലം കട്ട് ചെയ്തു പോകുമെന്നുള്ളത് ഓർത്തു വെക്കാം. ചില കാര്യങ്ങൾ ദുഃഖം, ദേഷ്യം, സ്നേഹം, ഭയം എന്നൊക്കെ വരുമ്പോൾ ചിന്താതലം കട്ട് ചെയ്തു പോകും. സ്നേഹമല്ല, ഭയം, ദേഷ്യം, ദുഃഖം, ഇതാണ് 3 വികാരങ്ങളിൽ ഏതാണ് പലപ്പോഴും കുട്ടിക്ക് പാസ്? ഈ 4 എണ്ണത്തിൽ രക്ഷിതാവ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പാസ് ചെയ്യുന്ന ഏതാ? സ്നേഹമാവുന്നുണ്ടോ? സ്നേഹമല്ലേ വേണ്ടത്? സ്നേഹത്തോട് അടുത്തിരുത്തിയിട്ട് കുട്ടിയോട് പറഞ്ഞു കൊടുത്താൽ കുട്ടി തിരുത്തും. അത് ഒരിക്കലും ചെയ്യാത്ത കുട്ടിയാണെന്ന് ചെയ്യാ, പിന്നെ പോസിറ്റീവ് കൊടുത്താൽ തിരിയാതെ പോകുന്നത്. അത് കിട്ടിയിട്ടില്ലേ? വീടിന്റെ മുറ്റത്ത് ചെളിയായിരുന്നു, പുറത്ത് മുകളിൽ മാത്രം കുറച്ച് പാർപ്പടിട്ട് ഒരുക്കി വെച്ച് മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും? ചെളി പൊന്തി വരും. അപ്പൊ എന്ത് ചെയ്യണോ? ചെളി വാരിയിട്ട് എന്ത് ചെയ്യണോ? മണ്ണിടണമായിരുന്നു. അപ്പൊ ചെയ്യേണ്ടത് ഇമോഷൻസ് പരമായി വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടിയിലെ വല്ലാതെ ഭയമൊക്കെ പാസ് ചെയ്തു പോയാൽ വലിയ വിഷയമാണ്. യു കാൻ ഹീൽ യുവർ ലൈഫ് എന്ന ഈ പുസ്തകത്തിൽ ഇവർ പരാമർശിക്കുന്നുണ്ട്. കുട്ടിക്കാലത്തുണ്ടായ മോശമായ അനുഭവങ്ങളും വികാരങ്ങളുമാണ് ഇന്നുണ്ടാവുന്ന മിക്ക രോഗത്തിന് കാരണം. ആ സ്ത്രീക്ക് ക്യാൻസർ ആയിരുന്നു. അവരെന്ത് ചെയ്തു? ഇമോഷൻ ഹീൽ ചെയ്ത് എന്ത് ചെയ്തു? അസുഖം മാറ്റി അല്ലാതെ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഈ പുസ്തകത്തിനെ ആധാരമാക്കി എന്റെ ഗുരുനാഥൻ കൂടിയായ അബ്ദുൽ സർ, അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്.
ലവ് യുവർ സെൽഫ് ഹീൽ യുവർ ലൈഫ്. നല്ല റിസൾട്ട് ഉള്ള വർക്ക്ഷോപ്പാണ്. അദ്ദേഹം എന്റെ TAL എന്റെ ഗുരുവാണ്. പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മുടെ കുട്ടിക്കാലത്ത് ഇത്തരം ഏതെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു പോയാൽ പിന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, ഭാവിയിൽ വലിയ മാരക അസുഖങ്ങളായി വരുന്നുണ്ട്. മാറ്റണമെങ്കിൽ പിന്നെ തെറാപ്പി അല്ലാതെ പരിഹാരമില്ല. പരിഹാരമുണ്ട്, ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പൊ പേരൻസ് ശ്രദ്ധിക്കേണ്ടത് ഭാവിയിലേക്കുള്ള വലിയ വിഷമായിരിക്കും പലപ്പോഴും നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, ദേഷ്യം വന്നാൽ എന്തെങ്കിലും അടുത്ത സൈഡ് വരുമ്പോൾ മനസ്സിലാവും. അത് ഞാൻ പറയാൻ വരുന്നത് പെരുമാറ്റത്തിൽ നമ്മൾ സാധാരണ പെരുമാറുന്നത്, സംസാരിക്കുന്നു, ചിരിക്കുന്നു ഒക്കെ എന്താണ് പെരുമാറ്റത്തിലാണ്. പക്ഷെ എന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിയോ? ഞാൻ ചിരിക്കുന്നൊക്കെ ഉണ്ട്, എന്താ നടക്കുന്നത് അറിയില്ലല്ലോ. ഓക്കെ, എന്നെ നോക്കൂ, ഉള്ളിൽ നമ്മൾ ചിന്തിക്കുന്നു, ഇതിനെപ്പറ്റി ഇങ്ങനെ വന്നിട്ടുണ്ട്, പലതും വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുക. വൈകാരിക തലം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഉള്ളിൽ നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നത് ഏറ്റവും അടിയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. പ്രതികരിക്കുന്നതിന്റെ ഇടയിൽ ഇതൊക്കെ ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദേഷ്യം വന്നതാണ് ഏറ്റവും വലിയ വിഷമായി അവിടെ വരുന്നത്. ദേഷ്യം എങ്ങനെ ഏതൊക്കെ സ്റ്റേജാണെന്ന് പറയുന്നുണ്ട്. ഇനി നോക്കൂ, ഇതുമായിട്ട് ചേർത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഭയപ്പെടുത്തലും ഒരു മാർഗമായിട്ട് സ്വീകരിച്ചു. ഭയപ്പെടുത്തുന്നത് മാർഗമായി സ്വീകരിച്ചൂടെ? ആർക്കെങ്കിലും എന്തോ പറയാനുണ്ടോ? ഭയപ്പെടുത്തുന്നത് ഫെയർനെസ് വിത്തൗട്ട് ആംഗ്രി, അതായത് കുട്ടിയെ ഭയപ്പെടുത്തുകയല്ല, ദേഷ്യം അഭിനയിക്കേണ്ടി വരും. ചിലപ്പം കുട്ടീൻ്റെ അടുത്ത് ദേഷ്യം കുട്ടിയോട് വെറുപ്പല്ല, കുട്ടിയോട് വെറുത്തിട്ട് പറയുന്നതല്ല, കുട്ടിയോട് വെറുപ്പൊന്നുമില്ല, കുട്ടി നന്നാവാൻ വേണ്ടി ചെയ്യണം, ദേഷ്യം അഭിനയിക്കേണ്ടി വരും. അമ്മമാര് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഭയം വല്ലാതെ കുട്ടികളിൽ എത്തിക്കുന്നുണ്ട്. കാരണം ചിലപ്പം ഭക്ഷണം കഴിക്കാത്തതിന് ചില പല കാണിച്ചിട്ട് പല പല നാട്ടിലും പല വാക്കുകളായിരിക്കും അതിന്, എന്തെങ്കിലും സാധനങ്ങളുണ്ട്, അങ്ങനെ പല രീതിയിൽ പേടിപ്പിച്ച് താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആ പട്ടാണി, അങ്ങനെ എല്ലാവരും ഒരു വിധം 90% പോലും അവർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് അവർ അറിയുന്നില്ല. ഇങ്ങനെ ഒരു വിഷയം അവരിൽ വരുന്നത് വലിയ വളരെ ഗൗരവമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ അതിന് മൂലം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ക്ലാസ്സുകൾ മൂലമാണ് ഇങ്ങനെ പറ്റില്ല എന്നവർക്ക് അറിഞ്ഞാൽ അവർ ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള ശരിക്കും മെസ്സേജ് രക്ഷിതാക്കളിലേക്ക് എത്തിക്കണം. ഉപ്പ എന്നത് എന്തോ ഒരു ഭീകര ജീവിയാണെന്ന് ആ കുട്ടിക്ക് തോന്നുക. കുട്ടി എന്തെങ്കിലും അപകടം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണിഷ്മെന്റ് കൊടുക്കും. എന്നിട്ട് പറയുന്നത് ഉപ്പ വേട്ട ബാക്കി ഇന്നിട്ടാക്കാൻ. കൊടുത്തതും പോരാ, ഉപ്പ വരുന്നത് വരെ കുട്ടി മാനസികമായി തളർന്നു കഴിയും. അതായത് ബോധമില്ലാത്ത കഴിവില്ലായ്മ, ബോധമില്ലാത്ത കഴിവില്ലായ്മ. അതായത് ചില ആളുകൾക്ക് എനിക്കത് അറിയില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, പേരന്റിങ് എന്ന ഇത്തരം സ്ട്രോക്കിനെ കുറിച്ചും പെരുമാറ്റത്തിനെ കുറിച്ചുള്ള കഴിവൊന്നും എനിക്കില്ല, അത് അറിയണമെന്നുള്ള ബോധമില്ല. അവരെടുത്ത് നമ്മൾ പോയി പറഞ്ഞാൽ അവര് നെഗറ്റീവ് ആക്കി. ഏറ്റവും കൂടുതൽ വേണ്ടത് ഇവിടെയാണ്. കാരണം ഒരു കുട്ടിയെ രക്ഷിതാവ് വളർത്തി അതിന്റെ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ഇരു ലോകത്തും വിജയിക്കും. ഇരു ലോകത്തും വിജയിക്കാം. നമ്മുടെ ഒരു കുട്ടി പിഴച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യമോ? എന്തെങ്കിലും കാര്യമുണ്ടോ? കാലാകാലം നമുക്ക് അതിന്റെ ഭവിഷ്യത്തെ കിട്ടുള്ളൂ. നന്നാവുകയാണെങ്കിൽ നമ്മളെയും കൂടി രക്ഷപ്പെട്ടു. ഏറ്റവും ഫസ്റ്റ് പഠിക്കേണ്ടത് പേരന്റിങ് ആണ്. അപ്പൊ ബോധമില്ലാത്ത അറിവില്ലായ്മ, അതായത് അറിവില്ല, എനിക്കറിവില്ല, അറിയാനുള്ള ബോധമില്ല, അങ്ങനത്തെ ഒരു വിഭാഗം വലിയ പ്രശ്നങ്ങളായിരിക്കും. മറ്റൊന്നെന്താണ്, അറിയണമെന്ന ബോധമുണ്ട്, അറിയില്ല എന്നുള്ള ബോധമുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങളെല്ലാം അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും, കിട്ടുന്ന ക്ലാസ്സിലൊക്കെ പോയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യും, ബുക്സുകളൊക്കെ വായിക്കുന്ന ഒരു ബന്ധം. അതിനെന്താണ്, അറിവുണ്ട് എന്ന് ബോധമുണ്ട്, കഴിവുണ്ട് എന്ന് ബോധമുണ്ട്. അതെന്താണ്, അറിവുകളൊക്കെ കിട്ടി, പാരന്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട അറിവുകളൊക്കെ കിട്ടി, നമ്മൾ അറിഞ്ഞു പ്രയോഗിക്കേണ്ടി വരും. പഠിച്ചനെ പോസിറ്റീവ് സ്ട്രോക്ക്, മോനെ അവിടെ നിപ്പല്ലേ, നെഗറ്റീവ് സ്ട്രോക്ക്, ഇനിയിപ്പോ എങ്ങനെ പോസിറ്റീവ് ആക്കുക, ആലോചിച്ച് ഇവിടെ കുട്ടിക്കുക. കുറച്ച് പാടുണ്ടാവും ആ സ്റ്റേജിൽ. ആ സ്റ്റേജിലാണ് മിക്ക ആളുകളൊക്കെ ഉള്ളത്. മറ്റതെന്താണ്, ബോധമില്ലാത്ത കഴിവുള്ള ഘട്ടം. നമ്മൾ മനഃപൂർവ്വം ചെയ്യണ്ട, അങ്ങ് വന്നോളൂ. നമ്മൾ മനഃപൂർവ്വം ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന ഒക്കെ എന്താവുക, പോസിറ്റീവായിട്ടും കാര്യങ്ങളൊക്കെ. അത് പ്രാക്ടീസ് ചെയ്യണം, കുറെ സമയം എടുക്കും, പെട്ടെന്ന് റിസൾട്ട് കിട്ടൂല. അതാണ് ആ ഘട്ടത്തിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ ചെയ്യുന്നത്. ദേഷ്യം ഏറ്റവും വലിയ പ്രശ്നമുള്ളത് ദേഷ്യക്കാരൻ. എല്ലാ ആളുകളുടെയും പ്രശ്നം എന്താണ്, ദേഷ്യമാണ്. ദേഷ്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ദേഷ്യം വരുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് അതിനെ അടിച്ചമർത്താം. എന്നോട് ഒരാള് ദേഷ്യം തോന്നുന്ന ഒരു കാര്യം പറഞ്ഞു, ഞാനിങ്ങോട്ട് അത് ക്ഷമിക്കലല്ല കേട്ടോ, സഹിക്കല.
ക്ഷമ ഈമാന്റെ പകുതിയാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ആളുകൾ ഞാൻ ക്ഷമിച്ചതാണ്, ക്ഷമിച്ചതാ, ക്ഷമിച്ചാൽ ഇങ്ങനെ ക്ഷമിക്കും, അത് സഹിക്കല. ക്ഷമിക്കലും സഹിക്കലും ആൾക്കാർ മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ അടിച്ചമർത്തി നിൽക്കുന്ന സ്വഭാവം, ഇത് അടിച്ചമർത്തി 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 പിന്നെ അത് അടിയിലുണ്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല. നമുക്ക് ഓർമ്മ അടിച്ചമർത്തണമെന്നില്ലല്ലോ. ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ പൊന്തി വരും. അത് ശരി, അവനോട് എനിക്ക് പകണ്ടില്ലേ, അവനോട് പകണ്ടില്ലേ. എത്രയോ ആളോടുണ്ടാവും. നമ്മള് കമ്പ്യൂട്ടറിൽ ഫയല് ഡിലീറ്റ് ചെയ്ത് എവിടെ പോയി നിൽക്കും? റീസൈക്കിൾ ബിന്നിലുണ്ടാവും. സാധനം പോയിക്കുന്നോ? അത് അവിടെ ഉണ്ട്. റീസൈക്കിൾ ബിന്നിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക്ഷോപ്പിലെ കഥ നടക്കുന്നത്, അവിടെ പോയിട്ട് ഡിലീറ്റ് ചെയ്യും. റീസൈക്കിൾ ബിന്നിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്യും. പിന്നെ എന്തായിരിക്കും? ഒരു വിഷയം ഉണ്ടാകാത്ത രീതിയിലേക്ക് വരും. വർക്ക്ഷോപ്പിലും തെറാപ്പിയിലൊക്കെ അതാണ് നടക്കുന്നത്. ഓക്കെ, സാന്ദർഭികമായിട്ട് പറഞ്ഞുള്ളൂ. അടിച്ചമർത്തി വെക്കുക, വികാരങ്ങളൊക്കെ അടിച്ചമർത്തി പ്രസ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ അത് പറ്റൂലല്ലോ. പിന്നെ നമുക്കറിയാൻ മറ്റേതാണ് പ്രകടിപ്പിക്കല്. കുട്ടി എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്താല് അന്നപ്പം തന്നെ അടി കൊടുത്ത് ഒന്നായാൽ ഓലക്കൊണ്ടാണോ ഒരലോണ്ടാണോ? ഓലക്കൊണ്ട് അടിക്കണം. അത് ശരി, അതാണ്. അപ്പൊ അടിച്ചമർത്താൻ നമുക്ക് പറ്റൂലല്ലോ. എന്ത് മാർഗം നമുക്കറിയുന്നു? പ്രകടിപ്പിക്കുക, ശക്തമായി പ്രകടിപ്പിക്കുക. ആൾക്കാർ ഫീസ് കൊടുക്കുക, ഉള്ളിൽ കയറുക, ദേഷ്യം തീർത്ത് പോരുക. ശ്രദ്ധിക്കാം, ക്ലോക്കിന്റെ പെൻഡുലം അറിയില്ലേ? ആ പെൻഡുലം ആടുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പെൻഡുലം ഓരി എടുത്തിട്ട് റിപ്പയറിംഗ് സെന്ററിൽ ഈ പെൻഡുലം ഇത് ആടുന്നില്ല. പ്രശ്നം ആർക്കാ? പ്രശ്നം പെൻഡുലത്തിനാണോ ക്ലോക്കിനാണോ? അപ്രിയ സത്യം പറയാതിരിക്കാൻ വയ്യ. കുട്ടികളുടെ പ്രശ്നത്തിലും പ്രശ്നം ആർക്കാ? ക്ലോക്കിനാണ്. ഇത് അംഗീകരിക്കില്ല. പേരന്റായ നമ്മള് അംഗീകരിക്കില്ല. ശുദ്ധ പ്രകൃതക്കാരായിട്ടാണ് ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ എവിടെ പ്രശ്നം? കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം മാതാവിനെ മടിത്തിട്ടാന്നും പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ഉത്തരവാദി. നമുക്കുള്ള ഉത്തരവാദിത്തം അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അത് സമ്മതിച്ചു കൊടുക്കേണ്ടി തന്നെ വരും. ക്ലോക്ക് ആണ് അസുഖമുള്ളത്, പെൻഡുലത്തിനല്ല. ചികിത്സ അവിടെ തുടങ്ങണം. പലപ്പോഴും കൗൺസിലിംഗ് കൊടുക്കുന്ന ആളുകൾക്ക് അറിയാം, കുട്ടികൾക്ക് പ്രശ്നമായിട്ട് കൗൺസിലിംഗ് വന്നതിന് സാറേ ശരിയല്ലേ? ശാരീരിക മാനസിക രോഗങ്ങൾക്ക് കാരണമാകുമോ? അടിച്ചമർത്തിയിട്ട് അസുഖമായിട്ട് പിന്നീട് അത് വലിയ തെറാപ്പി ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അതിന് ദേഷ്യം അടിച്ചമർത്തുമ്പോൾ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അടിച്ചമർത്തല്ലെങ്കിൽ രണ്ടാമത്തെ പ്രത്യേകത നമുക്കറിയാം, അത് പ്രകടിപ്പിക്കല്. പ്രകടിപ്പിച്ചാലും പ്രശ്നമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രണ്ടോ നമുക്ക് അറിയുന്നുണ്ട്. ഇത് രണ്ടും അല്ലാത്തതുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടീനെയും കൊണ്ട് രക്ഷിതാവ് കൗൺസിലിംഗ് വരും. എന്നിട്ട് കുട്ടിയുടെ മുമ്പ് എടുത്തി കുറെ കുറ്റം കുട്ടിയെ കൊണ്ട് പറയുന്നു. ലാസ്റ്റ് കൗൺസിലർ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ അറിയാം? രക്ഷിതാവിന്. കുട്ടിയെയും കൊണ്ട് വന്ന് കൊടുക്കൽ യഥാർത്ഥത്തിലാക്കാം രക്ഷിതാവിനായിരിക്കും. 3 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് വന്ന് കുട്ടി കച്ചറിയാന്ന് കൊടുക്കാർക്കാം രക്ഷിതാവ്. 3 വയസ്സുള്ള കുട്ടിക്ക് നമ്മളത് അംഗീകരിക്കാൻ തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ തയ്യാറാവുക. ശ്രദ്ധിക്കാം, നമ്മള് മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോ, അസുഖത്തെ കുറിച്ചൊക്കെ പറയുമ്പോ, ശാരീരിക അസുഖത്തെ പറ്റി പറയുമ്പോ, കാൽവേദന, കൈവേദന, അതൊക്കെ പറയുമ്പോ എനിക്കുണ്ട് കാലുവേദന, കൈവേദന. മാനസിക അസുഖം അപ്പുറത്ത് വീട്ടില്ല, അതേ പ്രശ്നം. അസൂയ, കുശുമ്പ്, ദേഷ്യം അല്ലെങ്കിൽ പക, ഇങ്ങനെ പ്രസംഗത്തിലൊക്കെ പറയും. ദേഷ്യം വെച്ചാലുള്ള പ്രശ്നം, അസൂയയുടെ പ്രശ്നമൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ കേട്ട് രസിക്കും. എന്നെ പറ്റിയല്ലേ പറയുന്നത്? എന്നെ പറ്റി പറയുമ്പോൾ ഞാൻ എന്റെ ഉള്ളിലോട്ട് ചിന്തിക്കുന്ന, പടച്ചോനെ എനിക്കുണ്ടോ ഈ അസുഖം? അല്ല, ഞാൻ ആസ്വദിക്കുകയാണ്. വേറെ ആരോ കുറ്റല്ലേ പറയുന്നത്. എന്നാലോ കാൽവേദന, കൈവിട്ട് വേദന എന്നാലും ആരോഗ്യ മാസികയിൽ നോക്കിയിട്ട് ഇന്ന അസുഖം ഉണ്ടോ എന്ന് അറിയുമ്പോ നോക്കും, എനിക്കുണ്ടിട്ടത് ലക്ഷണം അതാവാം. നോക്കുമ്പോ ഇന്ന ചൊറിയുണ്ടോ, അത് ഇന്നതാവാം. പിന്നെ മൊത്തം അതിനായി. അത് നെഗറ്റീവ് ഉണ്ട്. ശാരീരിക അസുഖങ്ങൾ വരുമ്പോൾ അത് നമുക്കുണ്ടോ നമ്മൾ ചിന്തിക്കാറുണ്ട്. മാനസികമായ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ വേറെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിപ്പോകുന്നുണ്ടോ നോക്കണം. അടിച്ചമർത്തുന്ന ഒരു പ്രകൃതം പറഞ്ഞു. മറ്റൊന്ന് പ്രകടിപ്പിക്കല്. പ്രകടിപ്പിക്കുമ്പോൾ ശരിയായ റിസൾട്ടാണ് കിട്ടുക. കുട്ടീന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് പ്രകടിപ്പിച്ചിട്ട് നിങ്ങൾ നോക്കൂ, ഞാനത് നെഗറ്റീവ് കാണിക്കാതിരിക്കാൻ പരമാവധി, ഞാൻ ബഷീർ പറഞ്ഞിട്ടുണ്ട്, സാധാരണ ഇങ്ങനെ ക്ലിപ്പ് കാണിക്കും, പേപ്പറിൽ വന്ന ക്ലിപ്പൊക്കെ, പരമാവധി നെഗറ്റീവ് കാണിക്കാതിരിക്കാൻ നോക്കൂ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആക്കി പറയാൻ നോക്കൂ. എന്നാൽ ഇപ്പൊ പറയേണ്ടി വരാണ്, പത്രത്തിൽ എന്തൊക്കെ കാണലുണ്ട്, ഇതൊക്കെ കാണലുണ്ട്. എത്ര വയസ്സുള്ള കുട്ടി, ഇതൊക്കെ കാണില്ലേ? അതൊക്കെ എവിടെയാണ് പ്രശ്നം വരുന്നത്? ദേഷ്യം പ്രകടിപ്പിച്ചതിന്റെ കോല, ദേഷ്യം പ്രകടിപ്പിച്ച കോലമാണ്. യഥാർത്ഥത്തിൽ
കുട്ടിയുടെ തെറ്റുണ്ടായി എന്നതല്ല പ്രശ്നം, കുട്ടിയുടെ കുട്ടിയുടെ പ്രവർത്തനത്തോട് പ്രതികരിക്കാൻ നമുക്ക് ആവുന്നില്ല എന്നതാണ് പ്രശ്നം. അതിനുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. കുട്ടിയിലുണ്ടായ ആ പെരുമാറ്റത്തോട് പ്രതികരിക്കാനുള്ള സ്കില്ല് ആരുണ്ടാക്കിയിട്ടില്ല? നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. കുറ്റാടുക നമ്മൾ. പറക്കട്ടെ, പാറി കുട്ടികൾ പൂമ്പറ്റകളാണ്, പറക്കട്ടെ. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള പേരന്റ് കുട്ടിനെ സ്നേഹിച്ചതല്ല, കുട്ടിയെ നശിപ്പിച്ചത്. കുട്ടിക്ക് എല്ലാം അലോ ചെയ്ത് കൊടുക്കുക, എല്ലാം അനുവദിച്ചു കൊടുക്കാൻ കുട്ടിനെ സ്നേഹിക്കുകയാണ് യഥാർത്ഥം നടത്തുന്നത്? ഇല്ലല്ലോ, കുട്ടിനെ നശിപ്പിക്കല്ലേ ചെയ്തത്. എങ്ങനെ? അതെ അതെ അതെ, നല്ല നല്ല പോയിന്റ് പറഞ്ഞു. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്. ഓക്കെ, പ്രകടിപ്പിക്കുന്ന പരിപാടി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ്, മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്, ദേഷ്യം റിപ്പോർട്ട് ചെയ്യുക എന്നതാണ്. ദേഷ്യം റിപ്പോർട്ട് ചെയ്യുക എന്നതാണ്. എങ്ങനെയാണ് ദേഷ്യം റിപ്പോർട്ട് ചെയ്യുക? എങ്ങനെ ദേഷ്യം റിപ്പോർട്ട് ചെയ്യുക? അത് കുട്ടികളോടാണെങ്കിലും മുതിർന്നവരുടെ അടുത്തൊക്കെ ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. നമുക്ക് ദേഷ്യം വരുന്ന ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് അടിച്ചമർത്തി ഡിപ്രസ് ചെയ്ത് ഭാവിയിലേക്ക് അസുഖം ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറല്ല. പ്രകടിപ്പിച്ച് ബന്ധം നശിപ്പിക്കാനോ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കാനോ സാധ്യമല്ല. സാറ് രാവിലെ എനിക്ക് പറഞ്ഞു, ദേഷ്യം പിടിക്കുന്ന സമയത്ത് എത്ര മസിലാണ് ഉപയോഗിക്കുന്നത്? 60-ലധികം മസിലുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ എനർജി വേസ്റ്റ് ആയി. യഥാർത്ഥത്തിൽ അവിടെ റിപ്പോർട്ട് ചെയ്യുക എന്ന വിഷയം, ഒരാളിൽ നിന്ന് ദേഷ്യം ഉണ്ടാവുന്ന ഒരു പ്രവർത്തനം നമ്മളെ കൊണ്ടായാൽ അല്പനേരം നാം ശാന്തരാവേണ്ടി വരും. കുട്ടിയോട് അല്പനേരം ശാന്തമാവേണ്ട, കുട്ടിയുടെ അവസ്ഥക്കനുസരിച്ച് ശാന്തമാവേണ്ടി വരും. ആ അവസ്ഥ കഴിഞ്ഞിട്ട് കുറെ അതിന് ചരിത്ര കഥകളൊക്കെ പറയാനുണ്ട്. ആ അവസ്ഥ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിയെ വിളിച്ചു പോയാ, ആ സമയത്ത് നീ അങ്ങനെ ചെയ്തത് എന്ത് ചെയ്തിട്ടുണ്ട്? ഉപ്പക്ക് ദേഷ്യം ഉണ്ടായിട്ടുണ്ട്, അത് ചെയ്തത് ശരിയായോ? കുട്ടിക്ക് തിരിയോ? ആ വൈകാരിക നിമിഷം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കുട്ടിക്ക് തിരിയില്ലേ? അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ലൈഫിൽ? അനുഭവം ഉണ്ടായവര് ഉണ്ടായിട്ടില്ലേ? ആ സമയം കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ട്. എത്രയോ ആളുണ്ടാവും. ആ സമയത്ത് കുട്ടി പൊട്ടിത്തെറിച്ച് പ്രശ്നമായാലും അല്പനേര ശാന്തതയ്ക്ക് ശേഷം, കുട്ടി നോർമൽ ആയതിനു ശേഷം കുട്ടിയെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ നീ പെരുമാറിയത് എന്താണ്? ഉപ്പക്ക് സങ്കടം ഉണ്ടായി, ഉപ്പക്ക് കുറെ വിഷമായില്ലേ? ആ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ കുട്ടി മാറിയ ചരിത്രം എല്ലാവർക്കും പറയാനുള്ളൂ. അപ്പൊ ദേഷ്യം റിപ്പോർട്ട് ചെയ്യുക എന്നതാണ്. അത് എല്ലാ ആളുകളുടെ അടുത്ത് ചെയ്യേണ്ടതാണ്. ദേഷ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഓർക്കും ദൈവവും കുട്ടിക്കും തെറ്റ് ബോധ്യപ്പെട്ടും ഒരല്പം നേരം ആ സമയത്ത് റിപ്പോർട്ട് ചിലപ്പോൾ കിട്ടിക്കോണല്ലോ. പൊട്ടിത്തെറിക്കുന്ന കലി തുള്ളുന്ന സമയത്ത് ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല. അല്പം നേരം ശാന്തമായതിനു ശേഷം എന്ത് ചെയ്യാം? കുട്ടിയുടെ അടുത്ത് റിപ്പോർട്ട്. മറ്റേതെന്താ അറിയോ? കുട്ടി ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് നമുക്ക് വരുന്ന ദേഷ്യം ഉണ്ടല്ലോ, അത് അഭിനയിക്കലല്ലോ. അത് പക വന്ന് കണ്ണൊക്കെ തുടുത്ത് തള്ളിയിട്ട് വല്ലാതെ നെഗറ്റീവാകുന്ന രീതിയിലാണ്. നമുക്ക് ഉള്ളിൽ കുട്ടിയുടെ വെറുപ്പ് വന്നാണ് പ്രകടിപ്പിക്കുന്നത്. അത് പാടില്ല എന്ന് പറയുന്നത്. കുട്ടിയോട് വെറുപ്പ് വന്നിട്ട് അല്ലെ, അതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാത്ത കഥ പറഞ്ഞല്ലോ. ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ എന്താ വരുന്നത്? ഹിറ്റ്ലർ അങ്ങനെ ആയിപ്പോയല്ലോ. ആ പിതാവിന് ന്യായം ഉണ്ടല്ലോ. ഏതൊരു രക്ഷിതാവിനും എന്തുണ്ടാവും? കുട്ടികളെ തല്ലുന്നതിന് ന്യായം ഉണ്ടാവും, കുട്ടികളെ പണിഷ്മെന്റ് ചെയ്യുന്നതിന് ന്യായം ഉണ്ടാവും. ഒരു രക്ഷിതാവിന് ന്യായം ഉണ്ടെങ്കിൽ പക്ഷെ പ്രകടിപ്പിച്ച രീതി ശരിയായില്ല. പക്ഷെ നമ്മൾ നേരത്തെ കുറെ സ്റ്റേജ് പറഞ്ഞു. അതായത് 7 വയസ്സ് മുതൽ കുട്ടികളെ ഒപ്പം കളിക്കുക, അടുത്ത സ്റ്റെപ്പിൽ കുട്ടിയുടെ എന്ത് ചെയ്യണം? മര്യാദകൾ പഠിപ്പിക്കണം, പിന്നെ സൗഹൃദമായി പെരുമാറണം. ഇങ്ങനൊക്കെ ഘട്ടമായി പെരുമാറുന്ന രക്ഷിതാവിനാണെങ്കിൽ വേണ്ടി വരില്ല. അല്ല, നമ്മളിപ്പോ കുട്ടിയുടെ അടുത്ത് ദേഷ്യം പ്രകടിപ്പിക്കും. കുട്ടിയിൽ പാസ് ചെയ്യപ്പെട്ടത് സ്നേഹത്തോടെയാണെങ്കിൽ കുട്ടിയിലെപ്പോൾ റിസൾട്ട് ഉണ്ടാവും. നമുക്ക് ഉള്ളിൽ പകയൊന്നുമില്ലാതെ വെറുപ്പൊന്നുമില്ലാതെ കുട്ടിയുടെ നമ്മൾ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമ്മൾ കാട്ടിയ ദേഷ്യം യഥാർത്ഥത്തിൽ എന്താണ്? ഇത് റിപ്പോർട്ട് ചെയ്യലാണ്. കുട്ടിയിൽ പോസിറ്റീവ് റിസൾട്ട് ആണ് ഉണ്ടായതെങ്കിൽ അവിടെ നടന്നെന്താണ്? റിപ്പോർട്ടിംഗ് ആണ് നടന്ന് മനസ്സിലാക്കുക. ഒരു കുട്ടിയോട് ഉപ്പ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങൾ ഒന്നെന്താണ്? സാലിഹത്തായ ഉമ്മയാക്കുക എന്നുള്ളതാണ്. അതെന്താണോ? സന്മാർഗിയായ സ്ത്രീയെ കല്യാണം കഴിക്കണമെന്ന്. ഇപ്പൊ എവിടെ തുടങ്ങുന്നുണ്ട് ഉത്തരവാദിത്വം? വിവാഹത്തിന് മുൻപേ ഉത്തരവാദിത്വം തുടങ്ങുന്നുണ്ട്. ഉത്തരവാദിത്തങ്ങളുണ്ട്. ചെയ്യുമ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിക്ക് 4 തരം ജനനമുണ്ടെന്നൊക്കെ നമുക്കറിയാലോ. ഗർഭാശയത്തിൽ വെച്ച് തന്നെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ജനിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് മുതലേ കുട്ടിക്ക് എന്ത് ചെയ്യണം? പോസിറ്റീവായി കിട്ടുന്ന മെസ്സേജ് കിട്ടുന്ന കാര്യങ്ങൾ എന്നെ പറയണം. ലോകത്തിന് വലിയ സംഭാവനകൾ നൽകുന്ന നല്ല കുട്ടികളാക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. ഇവിടുന്ന് ചർച്ച ചെയ്യപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ പറ്റുന്ന സദസ്സുകളിലെല്ലാം പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കണമെന്ന് നിങ്ങളെ അഭ്യർത്ഥിക്കുകയാണ്.
വിദേശ രാജ്യങ്ങളിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി അഭ്യസിപ്പിക്കുന്ന ബ്രെയിൻ ജിം, ബ്രെയിൻ എക്സസൈസ് എന്നീ സങ്കേതങ്ങളെ ജനകീയമാക്കിക്കൊണ്ട് ശ്രദ്ധേയനാകുകയാണ് കുരുവട്ടൂർ കുമ്മങ്ങോട്ട് താഴം സ്വദേശി മുഹമ്മദ് ഷാഫി എന്ന യുവ അധ്യാപകൻ. 7 വർഷം മുമ്പ് സ്വന്തം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച നൂറ്റാണ്ടുകളുടെ കലണ്ടർ വഴി ശ്രദ്ധേയനായ ഇദ്ദേഹം വിദ്യാർത്ഥികളുടെ ബുദ്ധിവികാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പാഠ്യരീതിയിലാണ് പരീക്ഷണങ്ങൾ നടത്തി മുന്നേറുന്നത്. നഗരപ്രദേശങ്ങളിൽ സുപരിചിതമായ അബാക്കസ് രീതിയും തന്റെ കഴിവുകളും സംയോജിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഷാഫി ഈ പാഠ്യരീതിയുടെ ഗ്രാമീണ ഭാഷ രചിക്കുന്നത്. കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെന്റിന് പ്രാധാന്യം നൽകുന്ന ബ്രെയിൻ ജിം, ബ്രെയിൻ എക്സസൈസ് എന്നീ സങ്കേതങ്ങളുടെ സാധ്യതകൾ കണ്ടെത്തുകയാണ് കുരുവട്ടൂർ കുമ്മങ്ങോട്ട് താഴം സ്വദേശി മുഹമ്മദ് ഷാഫി എന്ന ഈ യുവ അധ്യാപകൻ. 2005-ൽ നൂറ്റാണ്ടുകളുടെ കലണ്ടർ മനഃപ്പാഠമാക്കിക്കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞ മുഹമ്മദ് ഷാഫി ഇന്ന് തന്റെ കഴിവും അബാക്കസ് എന്ന സങ്കേതവും സംയോജിപ്പിച്ചുകൊണ്ടാണ് കുട്ടികളുടെ ബുദ്ധിവളർച്ചയ്ക്കായി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. താൻ പ്രവർത്തിക്കുന്ന ഹിക്മ പബ്ലിക് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അബാക്കസിന്റെയും ബുദ്ധിവികാസ പരിശീലന ഉപകരണങ്ങളുടെയും ലോകത്തോട് ബന്ധിപ്പിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ അധ്യാപകൻ. പാശ്ചാത്യ രാജ്യങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ ബ്രെയിൻ എക്സസൈസ്, ബ്രെയിൻ ജിം തുടങ്ങിയ സങ്കേതങ്ങളെ നാട്ടിൻപുറത്ത് പ്രാവർത്തികമാക്കി ജനകീയവൽക്കരിച്ചു കഴിഞ്ഞു മുഹമ്മദ് ഷാഫി. വിഷമമേറിയ കണക്കുകൾ പോലും മനസ്സിനുള്ളിൽ വെച്ച് നിർദ്ധാരണം ചെയ്ത് ശരിയുത്തരം കണ്ടെത്തുവാൻ ഈ പാഠ്യരീതി സ്വായത്തമാക്കിയ മിടുക്കന്മാർക്ക് സെക്കൻഡുകൾ മാത്രം മതി. ഓർമ്മശക്തിക്കും ഏകാഗ്രതയ്ക്കുമൊപ്പം വ്യക്തിത്വ വികാസത്തിനും ഏറെ സഹായകരമാണ് ഈ രീതിയെന്നാണ് ഷാഫിയും സഹപ്രവർത്തകരും സാക്ഷ്യപ്പെടുത്തുന്നത്. നഗരത്തിനുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോയിരുന്ന ഈ പദ്ധതിക്ക് നാട്ടുഭാഷ രചിച്ചതിന്റെ രസതന്ത്രവും മുഹമ്മദ് ഷാഫി പങ്കുവെക്കുന്നു. ഏതായാലും പുത്തൻ സങ്കേതങ്ങൾ തേടി കുതിപ്പ് തുടരുന്ന വിദ്യാർത്ഥി കൂട്ടങ്ങൾക്കിടയിലേക്ക് ഒരു ലോകോത്തര പരിശീലന പദ്ധതിയെ ജനകീയവൽക്കരിച്ചുകൊണ്ടാണ് ഈ യുവ അധ്യാപകൻ ശ്രദ്ധേയനാകുന്നത്. മാറ്റത്തിനും പരീക്ഷണങ്ങൾക്കും വേദിയാവുന്നിടത്തെ പുരോഗതിക്ക് സ്ഥാനമുള്ളൂ എന്ന വാക്കിന് അടിവരയിട്ടുകൊണ്ട്